കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ദിവസമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗമാണ് ആത്മനിറവ്. ആത്മനിറവ് എന്നാൽ എന്ത്? അതിൻ്റെ ഉദ്ദേശങ്ങൾ, അതാണ് നാം ഇതുവരെയും പഠിച്ച് തീർത്തത്. ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് യോഹന്നാൻ സ്നാപകന്റെ ജീവിതം പറഞ്ഞു. കൂടാതെ ആത്മവരങ്ങളുടെ സമ്പന്നതയേക്കാൾ ആത്മഫലത്തിന്റെ തെളിവായി ജീവിതത്തിൽ കാണേണ്ടത് ആത്മാവിന്റെ ഫലങ്ങളാണ് എന്നാണ് അവസാനം പഠിച്ചവസാനിപ്പിച്ചത്. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം എന്ന് നാം ചിന്തിച്ചപ്പോൾ ഈ ആത്മാവിന്റെ ഫലം എന്താകുന്നു എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നാം ഒരുമിച്ച് പഠിച്ചത്. ഇന്നിനിയും പഠിക്കുന്നത് ആത്മനിറവ്. എഴുതിക്കോ, ആത്മനിറവ് വ്യക്തികളിൽ വരുത്തിയ മാറ്റങ്ങൾ. ആത്മനിറവ് വ്യക്തികളിൽ വരുത്തിയ മാറ്റങ്ങൾ, അതാണ് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലെ പഠന മേഖല. അതും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളും. ആത്മനിറവ് വ്യക്തികളിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എഴുതുക, ആദിമ കാലയളവിൽ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട എല്ലാവരുടെയും അനുഭവമായിരുന്നു ആത്മനിറവ്. അപ്പൊ ആദിമ കാലയളവ് എന്ന് പറയുമ്പം ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ എല്ലാവരുടെയും സാധാരണ അനുഭവമായിരുന്നു ആത്മനിറവ്. ഇന്നത്തെ കൂട്ട് അതിനായി ഒരുപാട് കാത്തിരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ഉപവസിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരു സ്ഥലത്ത് അവർ കാത്തിരുന്നു, അവർക്ക് ലഭിച്ചു. പിന്നീട് ഓരോ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെയൊക്കെ ആത്മനിറവുള്ളവരാക്കി തീർത്തതായിട്ട് ആദിമ സഭയിലെ അനുഭവം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് നാം മനസ്സിലാക്കും. അങ്ങനെ ആത്മനിറവിലൂടെ വ്യതിയാനം സംഭവിച്ച ചില ആളുകളെയാണ് ഇനി നാം ചിന്തിക്കുന്നത്. അതിനാധാരമായി ആദ്യം പഠിക്കുന്നത് മേശയിലെ ശുശ്രൂഷകന്മാർ. അപ്പോസ്തല പ്രവൃത്തി 6:1 മുതൽ 6 വരെ വായിക്കുക. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയെ വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ജനങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ. അപ്പൊ ഈ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടവരുടെ യോഗ്യത ആദ്യം പറയുന്നു. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവൻ, അവരെ ഈ വേലയ്ക്കാക്കാം. നീ വായിച്ചേ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ് ഫിലിപ്പോസ്. ഒന്ന്, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായ
നിറഞ്ഞവരായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, പ്രൊക്കരോസ്, നിക്കാനോർ, ഉം. തിമോൻ, പർമേനാസ്, യഹൂദ മതാനുസാരിയായ അന്തോക്യക്കാരൻ നിക്കോലോസ് നിക്കോളോസ് എന്നിവരെ എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പൊ അന്ന് ഓരോ ശുശ്രൂഷയ്ക്കും ആക്കി വെക്കുമ്പോൾ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു യോഗ്യതയാണ് ആത്മനിറവ്. അപ്പൊ ആ ആത്മനിറവ് അവർക്കുള്ളപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അതിനോട് അനുബന്ധിച്ച് ഉണ്ടായ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ക്വാളിറ്റി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു ജ്ഞാനവും എന്തൊക്കെയാണ്? ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ. ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവും ജ്ഞാനവും പിന്നെന്തുണ്ട്? നല്ല സാക്ഷ്യം. അപ്പൊ പരിശുദ്ധാത്മ നിറവ് ലഭിച്ച വ്യക്തികളിൽ ഈ ശ്രേഷ്ഠമായ ഗുണങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് നല്ല സാക്ഷിയുണ്ട്, ജ്ഞാനം ഉണ്ട്, അതുപോലെ തന്നെ ദൈവാത്മാവിൽ ജീവിക്കാനുള്ള വിവേകവും പരിജ്ഞാനവും അറിവും ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഓരോ വ്യക്തിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നിറവ് നൽകി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ പെരുമാറ്റവും സ്വഭാവവും കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറി. അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴും അതിനേക്കാൾ വലിയ മൂല്യങ്ങൾ അവർക്കുണ്ടായി. ആ മൂല്യങ്ങളുള്ള പരിശുദ്ധാത്മ നിറവുള്ള ആളുകളെ അന്ന് ശുശ്രൂഷകൾക്ക് ചെറുതായാലും വലുതായാലും അവിടെ നിയോഗിച്ചു. ഇന്നിപ്പോൾ ഒരു പരിധിവരെ ആത്മനിറവ്, അഭിഷേകം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ അറിവിന് വേണ്ടി പഠിക്കുന്നതായിട്ട് മാത്രം മാറിക്കഴിഞ്ഞു. ആദിമസഭയിൽ അങ്ങനല്ല, ഇത് ആളുകളുടെ അനുഭവമായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? ആളുകളുടെ, ദൈവമക്കളുടെ, ദൈവഭക്തന്മാരുടെ, ശുശ്രൂഷകരുടെ അനുഭവമായിരുന്നു ആദിമസഭയിൽ. എന്നാൽ ഇന്ന് ഒരു പരിധിവരെ ഇത് പഠിക്കുവാൻ പറ്റിയ ഒരു വിഷയമായിട്ട് മാറി. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ആത്മനിറവിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചത് പഠിച്ചു, ഇനി ദൈവദാസൻ പഠിപ്പിച്ചാൽ പഠിക്കും, വേറെ ഏതെങ്കിലും കർത്താവിന്റെ ദാസന്മാര് വന്ന് പഠിപ്പിച്ചാൽ പഠിക്കും. അങ്ങനെ പഠിച്ച് ദൈവവചന പ്രകാരമുള്ള അറിവുകൾ ഉണ്ടാകും. എന്നാൽ ആ അറിവുകൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇത് ജീവിതത്തിന്റെ ഒരു അനുഭവമാക്കി എടുക്കാൻ ദൈവത്തോട് നമുക്കൊരടുപ്പം വേണം, വാഞ്ച വേണം, സമർപ്പണം വേണം, വിശ്വാസം വേണം, ജീവിതത്തിന്റെ ഒരു അനുഭവമാകണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കീഴടങ്ങുകയും ചെയ്യണം. വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ ആഗ്രഹമുള്ളപ്പോഴും മേൽപ്പറഞ്ഞ യോഗ്യതകൾ പലപ്പോഴും ഇല്ലാതെയാണ് ആഗ്രഹിച്ചു നിൽക്കുന്നത്. ഇത് മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് തെരഞ്ഞെടുത്തവരുടെ യോഗ്യതയാണ്, അവരുടെ യോഗ്യതയാണ്. അവർക്ക് ജ്ഞാനമുണ്ട്, ആത്മാവുണ്ട്, നല്ല സാക്ഷ്യമുണ്ട്. അത് വളരെ പ്രധാനമായിട്ടോ, നല്ല സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല മാതൃകാപരമായ ജീവിതം, യേശുക്രിസ്തുവിനോടൊപ്പം ഉള്ള ജീവിതം, യേശുക്രിസ്തു ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനായിട്ടുള്ള ജീവിതം. ഒരിക്കലൊരു മിഷണറി ഒരു ദേശത്ത് പ്രവർത്തിച്ചു. അതൊരു ബുക്കിനകത്ത് ഇങ്ങനെ വായിച്ചതാണ്. ഒരു ദേശത്ത് പ്രവർത്തിച്ചു, 10-20 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു, ആരും രക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് സഹായം ചെയ്തവരും ആ മിഷൻ സംഘടനയൊക്കെ നിരാശരായി. അവര് അദ്ദേഹത്തെ ഇങ്ങ് വിളിച്ചു. കുഴപ്പനാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ കുറവ് കൊണ്ടാണ് ആരും കർത്താവിനെ സ്വീകരിക്കാഞ്ഞത്. 20 വർഷത്തോളം പ്രവർത്തിച്ചു. തിരിച്ചു വിളിച്ചതിന് ശേഷം മിടുക്കനായ, അറിവിൽ നല്ല പ്രാഗൽഭ്യമുള്ള, ആരോഗ്യമുള്ള ഒരാളെ അവിടെ അയച്ചു. അദ്ദേഹം ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ
ദേശത്തൊക്കെ ഇറങ്ങി ആളുകളോട് ചോദിച്ചു, യേശുവിനെ അറിയാവൂ? അപ്പൊ ആളുകൾ പറഞ്ഞു, യേശുവിനെ പോലെ ജീവിച്ച ഒരാളെ കഴിഞ്ഞ 20 വർഷം അറിയായിരുന്നു, കുറെ ദിവസമായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞു. വലിയൊരു ഇമ്പാക്റ്റ് ആണത്. അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൽ സമാധാനം കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ദേശത്തിന് സമൃദ്ധി കണ്ടു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല കുറച്ചു നാളായിട്ട്. ആ വിഷൻ സ്റ്റേഷൻ പിന്നീട് തിരിച്ചയച്ചു. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചു അദ്ദേഹത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രവചിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വെളിപ്പാടുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ ദൈവം നിങ്ങളിലൂടെ ചെയ്യും. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ഇതൊക്കെ പക്വമായി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ആത്മനിറവും അനന്തര ക്വാളിറ്റീസും അതിന്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ജീവിതം കൊടുക്കണം. അതിന് പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നു. മേശമേൽ ശുശ്രൂഷിച്ചവരിൽ പരിശുദ്ധാത്മ നിറവുണ്ട്. പിന്നീട് അവര് പല ഭാഗത്തേക്ക് ദൈവം അവരെ അയച്ചു. പിന്നെ അവരുടെ ആത്മനിറവ് നിമിത്തം അവരിലൂടെ ഓരോ ദേശങ്ങളിലുണ്ടായ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരവും, അനേക ആളുകള്, ചെറുതും വലുതുമായ ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ അവരൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് മാറി. അങ്ങനെയാണ് വ്യക്തികളിൽ അത് ക്രിയ ചെയ്ത്. അടുത്ത ഒരാളെ ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 11:24. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. ആരാണ്? ബർന്നബാസിനെ കുറിച്ച് പറയുക. ബർന്നബാസ് എന്ന് പറയുന്ന ആള് നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവൻ ആയിരുന്നു. അത് നിമിത്തം എന്ത് സംഭവിച്ചു? വളരെ പുരുഷന്മാരും വളരെ പുരുഷാരം വേറല്ലോ പുരുഷന്മാരും ഒന്നല്ലേ എഴുതി, പുരുഷാരം. ഇത് അതിലെങ്ങനെ? ബൈബിൾ പുരുഷാരം. അതാ ശരി. ഇത് തല്ലുപൊട്ടിച്ചേരും. പുരുഷാരം എന്ത് ചെയ്യുന്ന? കർത്താവിനോട് ചേർന്നു. ഈ സഭയിലേക്ക് വരുമ്പം ആരോടാ ചേരുന്നു? ക്രിസ്തുവിനോട്. ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ. ക്രിസ്തുവിനോട് ചേരാതെ സഭയിൽ ഇരുന്നാ കുഴപ്പ. അത് നല്ല ഇരിപ്പല്ല, അത് കുഴപ്പമാണ്. ഒത്തിരി നാൾ ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ബർന്നബാസിന്റെ പ്രത്യേകത വിശ്വാസത്താലും പിന്നെന്താ? നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവൻ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് പിന്നെ 2 യോഗ്യതയും കൂടെ ഉണ്ട്. വിശ്വാസത്തിലും നിറഞ്ഞവനാണ്, കൂടാതെ ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്. ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, അന്യഭാഷ പറയുന്ന ആളുകൾ മാതൃഭാഷയിൽ മര്യാദയ്ക്ക് സംസാരിക്കുന്നു എന്ന്. ഏതാ നിങ്ങൾക്ക് നല്ലത്? നന്നായി എപ്പോഴും ഏതാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആണല്ലോ. അപ്പൊ അതിലെ സംസാരം എങ്ങനെ ഉണ്ട്? അന്യഭാഷയിൽ സംസാരിക്കാൻ ഉത്സാഹമുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ മാതൃഭാഷയിൽ എങ്ങനെ? ചോദിച്ചു മനസ്സിലായോ? മാതൃഭാഷയിലെ സംസാരം എങ്ങനെ? അപ്പൊ അന്യഭാഷ പ്രാപിച്ചതും ആത്മനിറവും ഒക്കെ ശരിയായിട്ടാണ് ജീവിതത്തിൽ ഉള്ളതെങ്കിൽ മാതൃഭാഷ ഏറ്റവും സുന്ദരമായിരിക്കും. വളരെ ഡിസിപ്ലിനുള്ള ഭാഷയായിരിക്കും ഉപയോഗിക്കുന്നത്. വളരെ നല്ല കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകൾ, ഉപ്പെല്ലാം കൂടെ കൂട്ടിയ വാക്കുകൾ പറയരുത്.
അതാർക്കും പ്രയോജനം ചെയ്യത്തില്ല, അല്ലേ? പണ്ടൊരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി, ചായ തന്ന്. അപ്പൊ അതങ്ങ് ഉപ്പ് ചോദിക്കുക ചായക്കകത്ത്. അപ്പൊ ആ ചായ ഇട്ട ആള് വന്ന് പറയാണ് എന്റെ സുഹൃത്തിനോട്, അത് ആ കടയിലെ പാലിന് എപ്പോഴും ഉപ്പ് രസം ഉണ്ടല്ലേ. പിന്നെ മനസ്സിലാക്കിയത് പഞ്ചസാരയ്ക്ക് പകരം ഇട്ടത് ഉപ്പ. അപ്പോഴും കുറ്റം ആർക്കാ? പാല് വിറ്റവന. പഞ്ചസാരയ്ക്ക് പകരം ഇട്ടത് ഉപ്പാണ്, കുറ്റപ്പെടുത്തിയത് പാല് വിറ്റവനെ. അത് കുടിക്കാൻ കൊള്ളത്തില്ല. ഇതുപോലെ കൃപയെല്ലാം കൂടെ കൂടി രുചി വരുത്തി കേൾക്കാൻ കൊള്ളാത്തതും കേട്ടാൽ ചത്തുപോകുന്നതുമായ വാക്കുകളൊക്കെ പറയാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളണം. വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കൊച്ചുങ്ങളാണ്, ഇപ്പൊ കുഴപ്പമില്ലെന്ന്. ഇപ്പൊ ഇല്ലെങ്കിലും ഇനി കുഴപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പോഴേ അതങ്ങ് പഠിച്ച് വെക്കുക. അപ്പനെ അമ്മയൊക്കെ കാണുമ്പോൾ കടുംപെട്ട് വരുന്നത്, മെയിൻ സ്വിച്ച് വരുന്നത്, അത് നിങ്ങൾ പറയത്തില്ല. അങ്ങനെയൊക്കെ പറയുന്ന ശീലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുന്നറിയിപ്പാണ്. ഒരു വീട്ടിൽ ചെന്നപ്പം അച്ഛനെ ആ വീട്ടിലെ ആളുകൾ വിളിക്കുന്ന പുള്ളിക്കാരൻ എന്നാ. പുള്ളിപ്പുലി ഉണ്ടോ അവിടെ? പുള്ളിക്കാരൻ പേരില്ലേ? അല്ലെങ്കിൽ ആ പേരിനനുസരിച്ച് സംബോധന ചെയ്യാൻ പറ്റിയ വേറെ പദങ്ങളില്ലേ? പുള്ളിക്കാരനില്ല. എന്ത് ഈ പുള്ളിക്കാരൻ? എനിക്കറിയത്തില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പന്മാരെ എന്താ വിളിക്കുന്നത്, അത് അങ്ങനെ തന്നെ ആ സ്നേഹത്തിൽ അത് തുടരണം. അമ്മമാരെ വിളിക്കുന്ന ആ സ്നേഹത്തിൽ അത് തുടരണം. എൻ്റെ അമ്മയെ ഞാൻ അമ്മേ എന്ന് വിളിക്കുമ്പം അതിനകത്തൊരു വലിയ സ്നേഹമുണ്ട്. എൻ്റെ അച്ഛനെ അച്ഛ എന്ന് ഞാൻ വിളിക്കുമ്പം, അപ്പ എന്ന് ഞാൻ വിളിക്കുമ്പം അതിനകത്തൊരു വലിയ സ്നേഹം കിടക്കുക. എൻ്റെ ബന്ധങ്ങൾ ആ വിളിയിൽ അറിയാം. അപ്പാ വീണ്ടും ബാ ബാ, അതെന്ത് ബന്ധമാ? പിന്നെ പേടിച്ചു മാറണം, അല്ലെങ്കിൽ വിവരം അറിയും. അമ്മ ഇത്ര സുന്ദരമായ വാക്കാ. അമ്മ കേറി, അമ്മയെന്ന് തന്നെ വിളിക്കാം. അമ്മ കേറി. അവരെന്തി അവരെന്തി ഒരു അന്യഭാഷ പറയുന്ന നാക്കിലെ ശബ്ദങ്ങളാ. അവരെന്തി? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അമ്മയെന്ന് വിളി. അവരെത്ര തവണ നിങ്ങളെ മക്കളെ എന്ന് വിളിക്കുന്നു? അപ്പോൾ ഇതെല്ലാം മാന്യമായിരിക്കണം. ഇതെല്ലാം ആരും പഠിപ്പിക്കണ്ട. ഇതൊക്കെ ശരിയായ രീതിയിലുണ്ടെങ്കിൽ തന്നെത്താൻ ഇങ്ങനെ ആയിക്കുള്ളൂ. ശരിയായ രീതിയിലല്ലെങ്കിലോ വലിയ വലിയ കയ്പിലേക്കും വലിയ വലിയ ദുഷിച്ച ചിന്തകളിലേക്കും ജീവിതം നീങ്ങിക്കൊണ്ടേ ഇരിക്കും. പിന്നെ 20 അല്ല 1200 ദിവസം ഉപവസിച്ചാലും പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോ ബർന്നബാസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, വിശ്വാസത്താൽ നിറഞ്ഞു, നല്ല മനുഷ്യനുമായി ദൈവസഭയ്ക്ക് പ്രയോജനപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇങ്ങനാണെങ്കിൽ ഇവിടെ തന്നെ ദൈവരാജ്യം, സ്വർഗം കാണൂല്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു യോഗ്യതയിൽ അങ്ങിരുന്ന് നോക്കിക്കേ. പരിശുദ്ധാത്മാവിൽ നിറവുണ്ട്, വിശ്വാസത്തിൽ നിറഞ്ഞവരാണ്, പിന്നെ നല്ല മനുഷ്യരുമായിട്ട് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ നിമിത്തം ഈ നാടേ നന്നാവുക. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി സഭയിലിരുന്നാൽ ചിലപ്പോൾ ആളുകൾ പറയും ഞങ്ങളെ നോക്കി പഠിക്കാൻ നിങ്ങളോട്. അത് മനസ്സിലായോ? ഞങ്ങളെ നോക്കി പഠി നിങ്ങളോട്. നമ്മൾ ഈ ചിലപ്പോൾ വിചാരിക്കും ഈ വലിയ സാക്ഷിയൊക്കെ, ഈ വീരകൃത്യങ്ങളൊക്കെ പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് അങ്ങ് രക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ ആരെയിലൊക്കെ വിളിച്ചോണ്ട് വരും. അവൻ നിന്നോട്ട് പറയും ഇത്തിരി വീരകൃത്യങ്ങൾ, അവന്റെ വീട്ടുകാരെ തല്ലിയതും നാട്ടുകാരെ തല്ലിയതും പിന്നെ ലെവലില്ലാത്ത രീതിയിൽ ഓരോന്ന് ഉപയോഗിച്ചതും ഒക്കെ അവൻ പറയും. അപ്പൊ ഒരു ദിവസം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കൺവെൻഷനിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമോ ഇതല്ല. അപ്പൊ ആ കൺവെൻഷൻ കേൾക്കാൻ വന്ന വേറൊരാൾ പറയുക, അയ്യോ ഇവനേക്കാളും ഭേദമാ ഞാനെന്ന്.
അപ്പൊ എന്റെ ജീവിതമാണ് നല്ലത്, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന്. തീർന്നില്ലേ? നമ്മൾ വിചാരിക്കുന്നത് അവരൊക്കെ വന്നിങ്ങനെ അവരുടെ ആ പഴയ വീരകൃത്യങ്ങളൊക്കെ വിവരിച്ചാലേ യേശു ആരാന്ന് ജനത്തിന് മനസ്സിലാകത്തുള്ളെന്ന. അങ്ങനൊന്നും ആവശ്യമേ ഇല്ല. യേശു 12 ശിഷ്യന്മാരെ വിളിച്ചു, എല്ലാരെയും ബാറിൽ നിന്ന് വിളിച്ചോണ്ട് വരുമായിരുന്നു. ക്യൂ നിന്ന് ഓരോരുത്തരെ പിടിച്ചോണ്ട് വരുമായിരുന്നോ ശിഷ്യനായിക്കോ? നല്ല ജീവിതമുള്ളവരായിരുന്നു അവരൊക്കെ. അത്യാവശ്യം ദൈവ വചനം അറിയാവുന്നവരും പഠിച്ചവരും ഒക്കെ. അവരെ നല്ല ജീവിതമുള്ളവരായിരുന്നു. അവരെ വിളിച്ചു കർത്താവ് എന്ന് പറഞ്ഞ് മറ്റാരെയും വിളിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഇവര് വന്നു പറയുന്ന വിശേഷണങ്ങൾ കേട്ട് ആൾക്കാര് കർത്താവിനെ സ്വീകരിക്കുന്നൊന്നുമില്ല. അതല്ലേ പറഞ്ഞ ഇവരെക്കാരും ഭേദമാ ഞാനെന്ന്. ഞാനിങ്ങനൊന്നും ഇതുവരെ പോയിട്ടില്ല, പിന്നെന്തിനായി ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ ആ ബൈക്കും കൊണ്ടങ്ങ് പോയി. എന്താ കാര്യം? സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. ലാസറിനെ ഉയർപ്പിച്ചു. പിറ്റേന്നാൾ യേശു ലാസറും ഒക്കെ ഒരു പന്തിയിലിരിക്കുന്നു. അവിടെയുള്ള യഹൂദന്മാർ യേശുവിനെയും ലാസറിനെ കൊല്ലാനുള്ള അവസരമാണ് പിന്നെ അന്വേഷിച്ചത്. ഇതൊന്നും കണ്ട ആരും മാനസാന്തരപ്പെട്ടൊന്നുമില്ല. അവരെല്ലാവരും പിന്നെ എങ്ങനെയും ഇത് കൂടുതൽ വ്യാപിക്കരുത്, അവന്റെ നാട്ടിൽ വ്യാപിക്കാതിരിക്കാൻ ഒടുക്കിക്കളയാനുള്ള തന്ത്രമാണ് അവരെല്ലാവരും നോക്കി. അതുകൊണ്ട് നല്ല സാക്ഷ്യം മതി, വീരകൃത്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കർത്താവെ അങ്ങനെ ആയിരുന്നിട്ടും എന്നെ രക്ഷിച്ചതോർത്ത് നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ആകണ്ട, ഇങ്ങനെ ആയില്ലേലും ദൈവം വിളിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ബർണ്ണബാസിന്റെ ക്വാളിറ്റി നല്ല മനുഷ്യനാണ്, കർത്താവ് ഉപയോഗിക്കുന്ന ആളാണ്, വിശ്വാസത്തിൽ നിറഞ്ഞവനാണ്, പരിശുദ്ധാത്മ നിറവുണ്ട്. അത് നിമിത്തം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ ആ കാലത്ത് പ്രവർത്തിച്ചപ്പോ ആ വാക്യത്തിന്റെ അവസാനം കണ്ടോ, വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. ഉള്ളവരോട് വിട്ടുപോയെന്നല്ല. നിങ്ങൾ ഈ സഭയിൽ ഇരിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ നിമിത്തം ഒരാൾ ഇവിടെ നിന്ന് പോകാതിരിക്കാൻ നോക്കണം. ഇവിടെ പറയുന്നത് ചേരുന്നെന്ന്. ഈ വാക്യത്തിൽ പറയുന്ന ഈ നിറമുള്ളവരൊക്കെ അവിടെ ഇരുന്നപ്പോൾ വളരെ പുരുഷാരം കർത്താവിനോട് അവരോട് ചേർന്നെന്നല്ല, പിന്നെ ആരോട് ചേർന്നവരെല്ലാം കർത്താവിനോട് ചേർന്നു. അതാണ് ബർണ്ണബാസ് എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് തരുന്ന ലെസൺ. ആത്മനിറവിന്റെ ഒരു പ്രബോധനപുത്രനാണ്. പലയിടത്തും പിന്നീട് അയക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഒരു മിഷണറി ആയിട്ട് പോകുന്നുണ്ട്. പോയിടത്തെല്ലാം കുട്ടിച്ചോറാക്കിയെന്നല്ല, പോയിടത്തെല്ലാം നന്നായി. എല്ലായിടത്തും ദൈവം അദ്ദേഹത്തെ ആശ്വാസത്തിനും ഗുണീകരണത്തിനുമായിട്ടൊക്കെ ഉപയോഗിച്ചു. താഴ്മയും ദൈവകൃപയുള്ള ഒരു മനുഷ്യനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നടന്നു. അതാണ് ബർണ്ണബാസിന്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനിയും എഴുതിക്കോ, പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മ നിറമുള്ള ശിഷ്യന്മാർ ശിഷ്യന്മാരും വിശ്വാസികളും സന്തോഷത്താലും സമാധാനത്താലും വിശ്വസ്തതയിലും കർത്താവിനെ സേവിച്ചു. ഈ ആത്മനിറവുള്ള ഈ വിശ്വാസികൾ എങ്ങനെ കർത്താവിനെ സേവിച്ച്? സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, സമാധാനത്തോടെ, വിശ്വസ്തയോടെ കർത്താവിനെ അവർ സേവിച്ചു. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. അന്നത്തെ കാരാഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇന്നുള്ള രീതിയിലല്ല. അവിടെ കിടക്കുമ്പോൾ പുറത്ത് സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്ന ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പറയുക, സന്തോഷിക്കുവിൻ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു സന്തോഷത്തിന് യാതൊരു കുറവുമില്ല. കിടക്കുന്ന സ്ഥലം നോക്കിയൊന്നുമല്ല സന്തോഷം നിർണയിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. സന്തോഷിക്കുവിൻ. എവിടെ കിടന്നോണ്ടാ പറയുന്നത്? കാരാഗ്രഹത്തിൽ.
സന്തോഷിക്കുവിൻ, അതേ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, അതിലെനിക്ക് ലജ്ജയില്ല. സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ്. അപ്പൊ ആ കാരാഗൃഹത്തിൽ അപ്പോസ്തലൻ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എന്ത് പോയില്ല? സന്തോഷം പോയില്ല. ക്രിസ്തുവിലുള്ള ഇന്ന് രാവിലെ പറഞ്ഞ സങ്കീർത്തനത്തിൽ പാപം നിമിത്തം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നിനെ കുറിച്ച് ആ സങ്കീർത്തനക്കാരൻ വലിയ ബോധവാനായിരുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെയും രക്ഷയുടെ സന്തോഷവും എന്റെ ഉള്ളിൽ നിന്ന് എടുക്കരുത്. വേറെന്ത് നീ എന്നെ ചെയ്താലും, ഊടുപാടെന്നെ അടിച്ചാലും, എന്നെ ദണ്ഡിപ്പിച്ചാലും ഇതിന് ശിക്ഷ ഉറപ്പാ. അങ്ങനൊന്നും ദൈവം വെറുതെ കൈകൊട്ടി നിന്നില്ല. ശിക്ഷ ഉറപ്പാ. ഊടുപാടെന്നെ ശിക്ഷിച്ചാലും വേണ്ടിയില്ല. ഈ രണ്ട് കാര്യം എടുക്കരുത്. ആ രണ്ട് കാര്യം എടുത്താൽ ദാവീദുവിന്റെ ഏറ്റവും വേസ്റ്റാ. അതുകൊണ്ട് വളരെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു. ഇത് രണ്ടും എടുക്കരുതേ എന്ന് പറഞ്ഞു. രണ്ട് കാര്യം, അതിലൊന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റേതെന്താ? രക്ഷയുടെ ഒരു സന്തോഷം. ഇതുണ്ടോ നിങ്ങൾക്കൊക്കെ? രക്ഷയുടെ സന്തോഷമുണ്ടോ? അദ്ദേഹം പറയുന്നു രക്ഷയുടെ സന്തോഷം എടുക്കരുതേ. പൗലോസ് പറയുന്നു റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിക്കുവിൻ. രക്ഷയ്ക്ക് എന്തുണ്ട്? വലിയൊരു സന്തോഷമുണ്ട്. അത് ദൈവികമാണ്, സ്വർഗീയമാണ്. അത് നമ്മളെല്ലാം അനുഭവിച്ചവരാ, അല്ലെ? ഇന്നും അത് അനുഭവിക്കണം. മരണം വരെ അത് അനുഭവിക്കണം. മരണാനന്തരം അതിന്റെ വലിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിക്കും. എറ്റേണൽ ലൈഫ്, നിത്യജീവന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലകിപ്പോകരുത്. അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഹൃദയം കലകിപ്പോകരുത്. പ്രശ്നങ്ങൾ വരും, നിരാശപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും, വാക്കുകളുണ്ടാകും, വ്യക്തികളുണ്ടാകും. എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെതിരെ സംസാരിച്ച് ഒതുക്കാൻ വരുന്ന ശക്തികളുണ്ടാകും. അവരെല്ലാം ഉള്ളപ്പോഴും നിങ്ങൾ ആരുമായിട്ടാ ബന്ധം? നിങ്ങളെ വിളിച്ചവൻ, നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണിയിരിക്കുന്നത് കൊണ്ട് ആ വിളിച്ച കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ, വചനവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും സൗമ്യതയോടെ കൈകാര്യം ചെയ്യും, വിട്ടുവീഴ്ചയോടെ കൈകാര്യം ചെയ്യും, ദീർഘക്ഷമയോടെ കൈകാര്യം ചെയ്യും, ഇന്ദ്രിയ ജയത്തോടെ കൈകാര്യം ചെയ്യും, പക്വതയോടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കും. കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് അത്ര ശരിയല്ല, നല്ല വാക്കല്ല. നാളെ പോയി കൈകാര്യം ചെയ്തേക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്. പരിഹരിക്കും, ഇല്ലേ? പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, ആത്മനിർഭരത്തോടെ കൂടി പോയി കൈകാര്യം ചെയ്തേക്കാം. അത് പിന്നെ കുഴപ്പമാകും. പക്വതയോടെ പരിഹരിക്കുക. നിങ്ങളൊരു പ്രശ്നം പരിഹരിക്കേണ്ടത് പക്വതയോടുകൂടിയ. ഒരു പ്രശ്നത്തിന് മുമ്പിൽ കിടന്ന് ബഹളം വെച്ച് ഒരാൾ അങ്ങോട്ട് ഓടുന്നു, ഒരാൾ ഇങ്ങോട്ടോടി, ഒരാൾ നേരെ ഓടി, അവസാനം എല്ലാം കൂടെ കൂട്ടിമുട്ടും ഒരു ദിവസം. ഒരു പ്രശ്നം എങ്ങനെയാ പരിഹരിക്കുന്നത്? പക്വതയോടെ, ജ്ഞാനത്തോടു കൂടി. അതുകൊണ്ട് ആ മേശമേൽ ശുശ്രൂഷിക്കുന്നവരുടെ ഇടയിൽ പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം തലപൊക്കാതിരിക്കാൻ പിന്നെ അവിടെ ആക്കി വെച്ചവരെ കുറിച്ച് വായിച്ചു നമ്മള്. അവരാരാ? പക്വതയുള്ളവരാ, ജ്ഞാനമുള്ളവരാ, പരിശുദ്ധാത്മ നിറവുള്ളവരാ, നല്ല വിവേകമുള്ളവരാ, പരിജ്ഞാനമുള്ളവരാ. അവര് പിന്നെ അവിടെ നിന്നപ്പോൾ ഈ പ്രശ്നം തലപൊക്കിയില്ല എന്നും അവരെ അവിടെ ഇരുത്താൻ ദൈവത്തിന് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആകമാന പ്രശ്നം വന്ന് എല്ലാം ചെതറി. ചെതറിയത് നല്ലതിനാണ്. ചെതറിയത് നിമിത്തം ചെതറിപ്പോയവരെല്ലാം പോയ വഴിക്കല്ല ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞല്ല പോയത്. അവരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം കർത്താവിനെ അറിയിച്ചു. പോയിടത്തെല്ലാം എന്തുണ്ടായി? ദൈവത്തിന്റെ സഭകൾ ഉണ്ടായി. ഒരു സഭ അങ്ങ് ചെതറിപ്പോവല്ല. അപ്പോൾ അതായിരുന്നു ഈ വ്യക്തികളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങൾ. ഇനി അടുത്തത് എഴുതുക. പരിശുദ്ധാത്മ നിറവ്
പരിശുദ്ധാത്മ നിറവ് വ്യക്തികൾക്ക് നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങൾ. ആത്മിക അനുഗ്രഹങ്ങൾ. നമ്മൾ അനുഗ്രഹം എന്ന് കേട്ടാൽ തന്നെ ഇത് വേണ്ട, പിന്നെ ഏതാ വേണ്ടേ? കാശ് കൂടുതൽ. അതുള്ളവരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഗിരിപ്രഭാഷണം പഠിക്കണം. ഗിരിപ്രഭാഷണം പഠിക്കുമ്പോൾ ഭാഗ്യവാന്മാർ എന്ന മലയാളത്തിൽ അവിടെ എല്ലാം ബ്ലെസ്ഡ് എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചാൽ പണമോ മറ്റൊന്നുമല്ല, സ്വഭാവത്തിലെ പക്വതയിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ ദൈവഹിതം സംബന്ധിച്ച് തികഞ്ഞ അനുഗ്രഹമുള്ളവർ. ഒരാൾ പോരാടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും തികഞ്ഞു വരേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പോരാടി പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്, അതെല്ലാം ഓടിക്കാനാ. ഇയാള് പോരാടി പ്രാർത്ഥിച്ച അതിനൊന്നുമല്ല. തെറ്റിദ്ധാരണകളൊക്കെ അതൊക്കെ അകറ്റാൻ വേണ്ടിയാണ്. പലരുടെയും പോരാട്ടം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. പലരുടെയും പോരാട്ടം എന്ന് പറയുന്നത് ശരിയായ കാഴ്ചപ്പാടില്ലാത്ത ജീവിതമാണ്. അവർക്ക് അവര് തന്നെ ഒരു പോരാ, ശരിയായ കാഴ്ചപ്പാട് ഇല്ല. നിങ്ങളൊരു ത്രാസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് കയറി നിന്നാൽ നിങ്ങളുടെ തൂക്കം കാണിക്കും, അല്ലേ? ഞാൻ 66 കിലോ ഉണ്ട്, തൂക്കം കാണിക്കും. എന്നെക്കാൾ കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഇവിടെ കാണും, തൂക്കം കാണിക്കും. എന്നാൽ നിങ്ങളുടെ മാനസികാരോഗ്യം ആ ത്രാസെ വെളിപ്പെടുവോ? ആ ത്രാസെ കാണാൻ പറ്റുമോ? സമയം കൂടെ നോക്കണം. മാനസികാരോഗ്യം പുള്ളി പറയുന്നത് ഇന്നും ക്യാൻസൽ ചെയ്യുമെന്നാണ്. മാനസികാരോഗ്യം അവിടെ കാണാൻ പറ്റൂ? ഇല്ല. അപ്പൊ മാനസികാരോഗ്യം അറിയുന്നത് പെർസ്പെക്റ്റീവുകളിലൂടെയാണ്. നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ, നല്ല മനോഭാവം ഉണ്ടെങ്കിൽ നല്ല മനസ്സാ, മാനസികാരോഗ്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയുക. ഒരു ചെറുക്കനും പെണ്ണൂടെ അവിടെ മാറി ഇത് കരയുക. ഇപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കി, എന്റെ ഈ പല വിമർശനങ്ങളും പല നിർവചനങ്ങളും ഓരോരുത്തരുടെ സ്വഭാവത്തിൽ നിന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി ഇന്ന് ജോയ് പാസ്റ്ററെ വിളിക്കുന്നു, ബാലിബ്രദറിനെ വിളിക്കുന്നു, എന്റെ നാട്ടിലെ 5 പേരെ വിളിക്കുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ പറയാതെ ചുവടിക്കുന്ന കുറെ സഹോദരിമാരെയും കൂടെ കൂട്ടി നമ്മളെല്ലാം കൂടെ അങ്ങ് പറയുക. ഏതാണ്ട് കൊള്ളി ഒപ്പിച്ചിട്ട് നിക്കുക. എന്തോ കരച്ചില്ല, കണ്ടില്ലേ? നോക്കിക്കോണേ, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പൊ അതിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ അടുത്ത് ചെന്നിട്ട് എന്താ കുഞ്ഞുങ്ങളെ കരയുന്നേ? അമ്മ മരിച്ചതാ. നമ്മുടെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു? അവര് സഹോദരനോ, അമ്മ മരിച്ചു, പെട്ടെന്ന് അറിഞ്ഞു, ആ ഷോക്ക് അവർ കൈ പിടിച്ച് ഇന്ന് കരയുക. ഇവിടെ വ്യാഖ്യാനിച്ചതും പറഞ്ഞതും ഒക്കെ വേറെ. പെർസ്പെക്റ്റീവ് നശിക്കും തോറും വ്യാഖ്യാനവും വല്ലാത്തതാകും, വ്യക്തിത്വവും നശിക്കും. പെർസ്പെക്റ്റീവ്, അതാണ് മാനസികാരോഗ്യം. അപ്പോൾ ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നല്ല പെർസ്പെക്റ്റീവാണ്. ആ മക്കാറിയൂസ് എന്നും കണ്ടു പറയുന്നത് അതിന് ക്ലിയർ അല്ല കേട്ടോ, നോക്കണം. അങ്ങനെ ഒരു ഗ്രീക്ക് പദമുണ്ട്. നല്ല പെർസ്പെക്റ്റീവ്, ദൈവഹിതം സംബന്ധിച്ചുള്ള തികഞ്ഞു വരിക, വിശ്വാസത്തിൽ പക്വത, ഇതെല്ലാം അനുഗ്രഹങ്ങളാ. അല്ലേ പറഞ്ഞത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ വ്യത്യസ്തത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപോലെയുള്ളൂ. എന്താ വ്യത്യാസം? ഈ വ്യത്യസ്തതകൾ വെളിപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് നാം ജീവിക്കുന്ന സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അതൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് വല്ല അർത്ഥമുണ്ടോ? പേരിന് രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രം പറയാം, നേരിന് അതില്ല.
ഓക്കെ. അപ്പൊ അനുഗ്രഹം എന്തൊക്കെ ആത്മീയ അനുഗ്രഹങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ക്രിസ്തീയ വിശ്വാസം പരിരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം പരിരക്ഷിക്കുക. അതിന് നമുക്ക് ദൈവം ആത്മനിർവ്വ നൽകിയിരിക്കുക നമ്മുടെ വിശ്വാസത്തെ പരിരക്ഷിച്ചു കൊണ്ടുപോകാൻ. വിശ്വാസം പരിരക്ഷിക്കുക. ശിഷ്യന്മാരുടെ വിസ്താരവേളയിൽ എഴുതിക്കോ, ശിഷ്യന്മാരുടെ വിസ്താരവേളയിൽ ശിഷ്യന്മാരുടെ വിസ്താരവേളയിൽ ഉത്തരം നൽകുവാൻ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വിശ്വാസത്തെ ചോദ്യം ചെയ്തേക്കുക, വിശ്വാസത്തെ വിലക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായിരിക്കണം. അന്ധവിശ്വാസവും ആർക്കും പ്രയോജനം ചെയ്യാത്ത, കേൾക്കുന്നവനെ കൂടെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വിശ്വാസം കൊണ്ട് നടക്കരുത്. പറയാൻ മനസ്സിലായോ? ആർക്കും ഒരു പ്രയോജനവും ആ വിശ്വാസം കൊണ്ടില്ല. ആ വിശ്വാസം കേൾക്കുന്നവനും നശിക്കുക. ആ വിശ്വാസമായിട്ട് നടക്കരുത്. യേശുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ യുക്തി ചത്തുപോയ വിശ്വാസമല്ല. ആണോ ജോബ് പാഷ? റീസണ് പ്രാധാന്യം ഇല്ലയോ കർത്താവിൽ വിശ്വസിക്കുമ്പോഴും? യേശുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ബുദ്ധി അബലമായ വിശ്വാസമല്ല. ചില പറയത്തില്ല, കർത്താവേ എന്റെ ബുദ്ധിയെ കർത്താവ് എടുത്തോണ്ടായാൽ പിന്നെ വലിയ കുഴപ്പമാണ് കേട്ടോ. ഇതൊക്കെ പ്രാർത്ഥനകളായി പ്രാർത്ഥിക്കുന്നത്. ചില പറയും ബുദ്ധിയില്ല ബ്രദർ, പിന്നെ ഇയാളേതില്ല? ചേട്ടാ, ജീവിക്കാൻ ബുദ്ധി വേണ്ടേ? ദൈവത്തിന്റെ ദാനമില്ലേ അത്? യുക്തിയും വേണം, അതും ദൈവത്തിന്റെ ദാനമാണ്. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് ദൈവത്തെ അളക്കാൻ തുടങ്ങുമ്പോഴാ പ്രശ്നം വരുന്നത്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ദൈവം ഇല്ലെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പൊ യുക്തി, ബുദ്ധി ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത വിശ്വാസവും അല്ല നമ്മുടെ ഈ യേശു പഠിപ്പിച്ച വിശ്വാസത്തിലും ഇതൊക്കെ ഉണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇതിനൊക്കെ മുകളിൽ വിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ മഞ്ചൽ യേശു തൊട്ടു, അവൻ എഴുന്നേറ്റു. പല യുക്തിക്കും പല ബുദ്ധിക്കും അത് നിരക്കത്തില്ല. അവിടെ ഈ ആത്മധർമ്മം ദൈവകൃപയാണ്. അവിടെയാണ് ദൈവം തന്ന വിശ്വാസത്തിന്റെ പ്രസരിപ്പ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആർക്കും പ്രയോജനം ചെയ്യാത്ത വിശ്വാസങ്ങൾ, കേൾക്കുന്നവരെല്ലാം തകരുന്ന വിശ്വാസം, കുടുംബം നശിപ്പിക്കുന്ന വിശ്വാസം, കൂടെയുള്ളവരുടെ മനോധൈര്യത്തെ ചോർത്തിക്കളയുന്ന വിശ്വാസം, ഇതൊക്കെ ശരിയല്ല. ഈ വിശ്വാസത്തിന് സംരക്ഷണം എന്നതിനേക്കാൾ ഉപരി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസമുണ്ട്. ദൈവവചനത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിശ്വാസം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിശ്വാസം. അല്ലെ? യേശുവിൽ നിന്നും വിശ്വാസം ഒന്നും ലഭിച്ചില്ലേ? എന്തെല്ലാം കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രോഗമുണ്ടായാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം യേശു രോഗികളെ സൗഖ്യമാക്കിയ നിമിത്തമാ. അങ്ങനെ ഒരു കാര്യം കർത്താവ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിശബ്ദമായി പോയത്. ഏത് രോഗമായാലും ഏത് പ്രതിസന്ധിയായാലും പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങുന്നത് കർത്താവ് അത് ചെയ്തത് കൊണ്ട്. രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. പ്രകൃതികളുടെ മേൽ കർത്താവ് അധികാരം സ്ഥാപിച്ചു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതിന് വിശാലമായ ഒരു ഏരിയയുണ്ട്. എവിടെങ്കിലും ഒരു മൂലയ്ക്ക് തളച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമല്ല വിശ്വാസം. എപ്പോഴെങ്കിലുമൊക്കെ ഒരു യോഗം വരുമ്പോഴോ ഉപവാസം വരുമ്പോഴോ ഒരു ബൈബിൾ ക്ലാസ് വരുമ്പോഴോ ഉണർന്നു പിന്നെ ചത്തു, അങ്ങനെ പോകുന്നതും അല്ല വിശ്വാസം. എത്രയോ ആളുകളുടെ വീട്ടിൽ പ്രശ്നം മറ്റൊന്നുമല്ല, ആത്മീക വിഷയം. എന്തു വലിയ നാണക്കേടാത്! ആത്മീക വിഷയത്തിൽ കലഹം. ചിലർ പറയും, ഞങ്ങളുടെ അച്ചായൻ എന്നെ പോലെ ബൈബിൾ വായിക്കുന്നില്ലെന്ന്. അതെങ്ങനെ? അദ്ദേഹം നിങ്ങളെ പോലെ ബൈബിൾ വായിക്കുന്നു? അദ്ദേഹത്തെ പോലെ വായിക്കട്ടെന്ന്.
തീർന്നില്ലേ പ്രശ്നം? നിങ്ങളെ പോലെ അങ്ങനെ അദ്ദേഹം വായിക്കുന്നത്? അദ്ദേഹത്തിന് വായിക്കാൻ ഒരു ശൈലിയുണ്ട്. എന്റെ ഫാദറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 അദ്ദേഹം കുളിച്ച് 12:45 മുതൽ 1:15 വരെ ബൈബിള് വായിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്റെ അമ്മ 1 മണി മുതൽ 1:30 വരെ ബൈബിള് വായിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും സമയവ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നാളെ എന്റെ അമ്മ പറയാ ഇതിവിടെ പറ്റത്തില്ല, 1 മണി മുതൽ 1:30 വരെ അവിടെ വായിച്ചോണോ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ചെറിയ കലഹങ്ങൾ തുടങ്ങും. ആ കലഹം എന്തിനെ പ്രതിയാ? ആത്മീയത്തെ പ്രതിയാ. നല്ലതാണോ അത്? എന്തുകൊണ്ടാണത്? പക്വതയില്ലാത്തത് കൊണ്ടും വിശ്വാസം ശരിയല്ലാത്തത് കൊണ്ടും ഉപദേശം കൾട്ടായത് കൊണ്ടുമാണ്, അല്ലാതെ നല്ലതായത് കൊണ്ടല്ല. നല്ല ചിന്താഗതിയും നല്ല മനസ്സും ഒക്കെ ആണെങ്കിൽ വിട്ടുവീഴ്ചകളും പരസ്പര മനസ്സിലാക്കലൊക്കെ ഉണ്ട്. ശരി, അപ്പനപ്പന്റെ സമയത്ത് വായിക്കട്ടെ, അപ്പ വായിക്കട്ടെന്നേ. സന്ധ്യപ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പൊ പറയാണ് നിങ്ങൾ രണ്ടും പ്രാർത്ഥിക്കുക, ഞാൻ റോഡിൽ ഇരുന്നാ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് ശരിയാകത്തില്ല. അപ്പൊ അപ്പൻ എന്നോട് പറയാൻ എന്റെ വീട്ടില് അങ്ങ് പറയുമ്പോ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ചിലർ വിചാരിക്കും ഇവന്റെ വീട് വെച്ച് ഞങ്ങളെ കീറുവാന്നല്ലോ എന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ അപ്പം എന്നോട് പറയാ, അമ്മേ നീയും ഭാര്യയും കൊച്ചുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ റോഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ശരിയാണോ? അതാ ഉച്ചയ്ക്കത്തെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഓക്കെ. അദ്ദേഹത്തിന്റെ റൂമിൽ അമ്മ അവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, വീടിന് ഏറ്റവും ഫ്രണ്ട്. ആ സിറ്റ് ഔട്ട് ഇരുന്നാ അവിടെ ശരി. എന്നാൽ വൈകിട്ട് എല്ലാവരും കൂടിയുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും അവിടെ വേണം. അപ്പോഴും പറയുകയാണ് നിന്റെ മുഖം കണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ. അതെന്തൊരു ആത്മാവാ? അത് ശരിയല്ല. ശരിയായ ഒരു കീഴ്വഴക്കവും അല്ല. വിശ്വാസം പരീക്ഷയ്ക്ക് അവിടെ എന്തുണ്ടായി? വായിച്ച അപ്പോസ്തല പ്രവൃത്തി 4:8. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരും ആയുള്ളവരെ, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ വായിച്ചോ. അവിടെ തുടക്കമാണ് നമുക്ക് പ്രശ്നം, നമ്മുടെ പഠന വിഷയം. അവരോട് മറുപടി പറയാൻ പത്രോസിന് ബലമുണ്ടായത് പരിശുദ്ധാത്മ നിറവില. ചുമ്മാ ഒരു മറുപടിയും കൊണ്ട് വന്നതല്ല പത്രോസ്. ഈ പത്രോസ് നേരത്തെ പലയിടത്തും വീണു എഴുന്നേറ്റും വരുന്ന ആളാ. ആ വീഴ്ചയെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലല്ല കേട്ടോ. നാളെ അങ്ങനെയും പോയി പഠിപ്പിച്ചുള്ള സുൽപാഷ ചെങ്കറ്റു എന്ന് വന്ന് പത്രോസ് വീണവനാന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. നമ്മള് വലിയ മിടുക്കന്മാരാ കഥയൊക്കെ മെനയാൻ, അറ്റവും മുറിയൊക്കെ കേട്ടോണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞത് പലപ്പോഴും ജയപരാജയങ്ങൾ തള്ളിപ്പറഞ്ഞ് 3 തവണ. കുറച്ചു ദിവസം കാണാതായപ്പോ ഞാനും പോവാന്നും പറഞ്ഞ് പോയി. പക്ഷേ പരിശുദ്ധാത്മ നിറവ് വന്നപ്പോൾ ആള് മാറി. വേറൊരാളിങ്ങനെ ആള് മാറിയവനെ പോലെയായി. പിന്നെ അവൻ ശരിക്കും ഒരാൾ മാറിയവനായി മാറി. ആദ്യം ആള് മാറിയവനെ പോലെയായി, നല്ലതായിരുന്നു, നന്മ ചെയ്തു. പിന്നെ വേറൊരാളായിട്ട് ഏറ്റവും നാശമായി. ആരാ? ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗൽ. ആദ്യം ഒന്ന് ആള് മാറി, പിന്നെ അതിനേക്കാളും ഗതികെട്ട രീതി ആള് മാറി, നിലനിർത്തിയില്ല. ആദ്യം മാറിയ ആ ആള് മാറി, അതിനുവേണ്ടി ദൈവം ചെയ്ത ആ ആത്മശക്തിയെ നിലനിർത്തിയില്ല. പിന്നെ അവൻ ആരായി മാറി? ഒരു ഗതികെട്ട ആളായി മാറി. പിന്നെ അവസാനിച്ചത് എങ്ങനെയാണെന്നും ശരിയായി നടന്നവന്റെ പിന്നാലെ ഓടിയത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയാം, വായിച്ചിട്ടുണ്ട്. ഈഗോ പോകാതിരിക്കാൻ ദേവാലയത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് അറിയാം. ഈഗോ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് കാല് പിടിക്കുക. ശമൂവേലിന്റെ രാജാവ് കാല് പിടിക്കുക. നോക്കൂ, ആള് മാറി വേറെ ആരൊക്കെയായി, തകർന്നരിപ്പണമായി. വീണ്ടും ദൈവ ആത്മനിറവ് കൊടുത്തു, ജ്ഞാനം കൊടുത്തു, വിവേകം കൊടുത്തു, സദൃശ്യവാക്യങ്ങൾ പടപട എന്ന് പറയുന്നു. അവനും അങ്ങ് ആള് മാറി. പിന്നെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്നൊരു സത്യം പറയാൻ
വിവരമുള്ളവൻ. ആ സത്യം എന്ന് പറയുന്നത് സാധാരണ സത്യമല്ല, ഈ ലോകാവസാനം വരെ മനുഷ്യനുള്ള പ്രിൻസിപ്പിള്. എത്ര വലിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടും പ്രോവർബ്സിനൊരു വിലയുണ്ട്. അവനും ആള് മാറി അങ്ങ് പോയി. ഇവിടെ പരിശുദ്ധാത്മ നിറവിൽ പത്രോസ് വന്നു കഴിഞ്ഞപ്പോൾ മറുപടി പറയാൻ ധൈര്യമുള്ളവനായി. ഒളിച്ചിരുന്നവൻ, മഗ്ദല മറിയയുടെ അത്രയും പോലും ധൈര്യം കാണിക്കാത്ത ആള്, ഒളിച്ചിരുന്ന ആള്, വിട്ടുപോകാൻ തയ്യാറായ ആള്, തള്ളിപ്പറഞ്ഞയാള്, ആവേശം കാണിച്ച് അബദ്ധത്തിൽ ചാടിക്കൊണ്ടിരുന്ന ആള്, യേശു നേരിട്ട് സാത്താനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ എന്നെ വിട്ടുപോ, സാത്താനെ നീ എന്നെ വിട്ടുപോ. ചില സമയത്ത് അയാള് മനുഷ്യർക്കുള്ളതാ, ദൈവത്തിനുള്ളത് കരുതിയില്ല. പിന്നെ അത്യാവശ്യം ചില വർഗീയതകളൊക്കെ അതുകൊണ്ടായിരുന്നു. പക്ഷേ ആത്മനിറവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധിയും അദ്ദേഹത്തെ തടയുന്ന രീതിയിൽ ബലമുള്ളതായിട്ട് കണ്ടില്ല അയാള്. അദ്ദേഹം സംസാരിച്ചു. ഇനിയും എഴുതിക്കോ, നിർണായക ഘട്ടങ്ങളിൽ വിശ്വാസം പരീക്ഷിക്കുവാൻ ആത്മനിറവ് സഹായിക്കുന്നു. ചില നിർണായക ഘട്ടങ്ങളൊക്കെ വരും. ഘട്ടങ്ങളിൽ വിശ്വാസം പരിരക്ഷിക്കുവാൻ ആത്മനിറവ് സഹായിക്കുന്നു. ലൂക്കോസ് 12:11 തോന്നുന്നു, നോക്കിക്കേ ആ വാക്യം ഒന്നിട്ട്. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടോ, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. നിർണായക ഘട്ടങ്ങളിൽ വിശ്വാസം പരിരക്ഷിക്കുവാൻ ആത്മനിറവ് സഹായിക്കുന്നു. ഇവിടെ ഒരു വിശ്വാസിയെ കൊണ്ടു നിർത്തുന്ന ഇടങ്ങൾ പറയുന്നു. എവിടൊക്കെ കൊണ്ടു നിർത്തി? പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ. ഇവരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. അന്നും കൊണ്ടു നിർത്തിയായിരുന്നു. ഒരു പിറവിയിലെ കുരുടനെ കർത്താവ് സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പോ ഇങ്ങനെല്ലാം കൊണ്ടു നിർത്തി. അയാളെ കൊണ്ടു നിർത്തി, വിസ്തരിച്ചു അവരെല്ലാം കൂടെ കൂടി. അയാൾ എന്ത് തെറ്റാ ചെയ്തേ? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ആരുടെയെങ്കിലും വെക്കിട്ട് കയറിയോ? ആരുടെയെങ്കിലും കവർന്നെടുത്തോ? മോഷ്ടിച്ചോ? ഒന്നുമില്ലല്ലോ. കുരുടനായിരുന്ന ഒരാളെ യേശു സൗഖ്യപ്പെടുത്തി, അവനൊന്ന് നന്നായി. അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം. അവനങ്ങ് നന്നായി, അവന്റെ ജീവിതം അങ്ങ് മാറി. അങ്ങനെ പലയിടത്തുണ്ട് കേട്ടോ. യേശു തൊട്ടു, സൗഖ്യം പ്രാപിച്ചു, ആള് നന്നായപ്പോൾ ലാഭം പോയി എന്നും പറഞ്ഞ് ആളുകൾ ബഹളമായിട്ട് വന്നു. ഒരിടത്ത് യേശു തൊട്ടു, സൗഖ്യം പ്രാപിച്ചപ്പോൾ പന്നികൾ നഷ്ടപ്പെട്ട യജമാനന്മാര് വന്ന് യേശുവിനോട് പറയാം, അവിടെ നമുക്ക് പോകാൻ. ഉപജീവനം പോയി. അവർക്ക് അതൊന്നും അവരെ മാനസാന്തരത്തിലേക്ക് എന്ത് ചെയ്തില്ല, കൊണ്ടുവന്നില്ല. എങ്ങനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും? പന്നിയെ നോക്കിയിരിക്കില്ല, ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഈ യേശുവിനെ. മാനസാന്തരം വരാന് വലിയ തെളിവാ അവിടെ നിൽക്കുന്നത്. എന്നിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപകടം പറ്റരുതേ. ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കഠിനമാകരുത്. ഇന്നെന്ന് പറയുന്നിടത്തോളം അത് പരിഹരിച്ചു കൊള്ളണം, രമ്യതപ്പെടണം. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾക്ക് പ്രായമാകുന്ന പോലെ പ്രശ്നത്തിനും പ്രായമാകും. അത് വൈരാഗ്യം മൂക്കും മനസ്സിൽ. ഇവിടെ ഒരുത്തൻ പച്ചജീവനോടെ മാനസാന്തരപ്പെട്ട് നിൽക്കുന്നു. അവനെ എല്ലാ ആളുകൾ ശ്രദ്ധിച്ച പന്നിയാ നോക്കി. അവനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്ന യേശു അവിടെ നിൽക്കുന്നു. ഒരു വിഷയവും ഇല്ല ആളുകൾക്ക്. പന്നി മതി, യേശുവിനെ വേണ്ട. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്? പാപത്തിന്റെ ചതിയാൽ നിങ്ങൾ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം. അപ്പൊ പാപത്തിന് എന്തുണ്ട്? ചതിയുണ്ട്. ഈ ചതിയിൽ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾ ആരാവും? കഠിനപ്പെടും. മനസ്സിലാവും? ഇതൊക്കെ വല്ല ഹൃദയത്തിലോട്ട് വരുന്നുണ്ടോ? കഠിനപ്പെട്ടു പോവും. കഠിനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുത്തിട്ട് പറയും, ഞാൻ ഇതിൽ തന്നെ നിൽക്കുമെന്ന്. അതാ പ്രശ്നം.
ഇതിൽ തന്നെ ഞാൻ നിൽക്കും. ദൈവവചനത്തിന് വിരുദ്ധമായ തീരുമാനമാണ്. 10 വർഷത്തിനു മുമ്പ് അത് കൊണ്ട് എടുത്തിട്ട് പോലുമില്ല, പേടിയായിരുന്നു. ഇപ്പം അത് തന്നെ പറഞ്ഞിട്ട് പറയാ, അതിൽ തന്നെ ഞാൻ നിൽക്കും കഠിനപ്പെട്ട്. അപ്പൊ ഇവിടെ എല്ലാം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ആ പിറവിയിലെ കുരുടെ പിടിച്ചു നിന്ന് നോക്കണം. ഇത്ര പേരാ അവനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത്. എല്ലാവരുടെയും മുമ്പേ അവൻ പിടിച്ചു നിന്ന്. ഇപ്പൊ പറയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട, എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടതെന്ന് നിങ്ങൾ പേടിക്കണ്ട. കാരണം എന്താണെന്നറിയോ? അത് നിങ്ങൾക്ക് ആര് തരും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ നാഴികയിൽ തരും. എത്രയോ സന്ദർഭങ്ങളിൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെ? എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചിലതിന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് അപ്പൊ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ ഒറ്റ വാക്കിൽ കാര്യങ്ങൾ കർത്താവ് ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ, നിങ്ങളുടെ ദുഃഖങ്ങളെക്കാൾ, നിരാശകളെക്കാൾ എല്ലാം ഉയർന്ന ഒരു അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അതാണ് പരിശുദ്ധാത്മ നിറവ്. അതിനെ ബഹുമാനിക്കും. അപ്പൊ ഇതെല്ലാം ഒന്നൊന്നായി പരിഹരിക്കപ്പെട്ട് മാറിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ നിന്ന്. അപ്പൊ അത് 2 കാര്യങ്ങൾ ആയി. ഇനി അടുത്തത്, ഇതിന്റെ മറ്റൊരു ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെയുള്ളവർക്കാണ് വചനം, എഴുതിക്കൂ, വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ. വചനം എങ്ങനെ പ്രസംഗിക്കുക? പൂർണ്ണ ധൈര്യത്തോടെ. ആത്മനിർഭർ ആവശ്യം അതിന്. ഇല്ലെങ്കിൽ പ്രസംഗമേ നടക്കത്തുള്ളൂ. അതെല്ലാം കോംപ്രമൈസ് ആയിരിക്കും പലപ്പോഴും. പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുക. അവര് അങ്ങനെ പ്രസംഗിച്ച്, അവരാരുടെയൊക്കെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ധൈര്യത്തോടെ നസ്രായനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവർ പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുക. ധൈര്യത്തോടെയുള്ള വചനഘോഷണം, ധൈര്യത്തോടെയുള്ള വചനഘോഷണം എല്ലാം എഴുതിക്കൊണ്ടങ്ങ് പോവുക. ഇനി 1.5 വർഷം കഴിഞ്ഞ് തുറക്കും. ധൈര്യത്തോടെയുള്ള വചനഘോഷണം ആത്മനിറവിന്റെ ലക്ഷണമാണ്. ധൈര്യത്തോടെയുള്ള, ഞാൻ കൂടെ വായിച്ചു വെക്കുന്നുണ്ട്, നോക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് നോക്കത്തില്ല, ഇപ്പൊ നോക്കും. അപ്പൊ ആത്മനിറവിന്റെ ലക്ഷണമാണ് ധൈര്യത്തോടെയുള്ള വചനഘോഷണം. ആത്മനിറവിന്റെ ലക്ഷണമാണ്. അപ്പോസ്തല പ്രവൃത്തി 4:30-31 ഒന്ന് വായിച്ചേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനെ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ സ്ഥലം കുലുങ്ങി. വായിച്ചേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രാർത്ഥിച്ചത് എന്തിനാ? അവര് പ്രാർത്ഥിച്ചത് ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ അവർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ആവശ്യം. ഇപ്പൊ അവർക്ക് അത്ര ഇല്ല. അങ്ങനെ അവര് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? അവരെ പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ നിറച്ചു. ഊരാത്മനിറവും ഒന്നുമില്ലാതെ വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. നിറച്ചു. പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ നിറച്ചു. ആരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ പ്രശ്നമാണ്. അന്നത്തെ കാലത്ത് ഇവര് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവർ പറയുകയാണ്, ഇനി മേലാൽ ഈ നാമത്തിൽ നിങ്ങൾ ഉപദേശിക്കുക. പക്ഷെ അവർക്ക് അപ്പോഴും മറുപടി പറയാൻ ആത്മാവ് അവരെ ശക്തീകരിച്ചു, അവരെ ബലപ്പെടുത്തി. അപ്പൊ ആത്മനിറവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സുവിശേഷം പറയും. എല്ലാവരും ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. സുവിശേഷം പറയും.
സുവിശേഷം പറയാൻ ധൈര്യവും ദാഹവും കാണും. സുവിശേഷം പറയാൻ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ജ്ഞാനവും ഉണ്ടാവും. അതൊക്കെ ഈ ദൈവദാസൻ ചിലപ്പോൾ ഒരു ക്ലാസ് ഒക്കെ എടുക്കും, എങ്ങനെയൊക്കെ പറയണമെന്നും ഒക്കെ ദൈവാത്മാവ് നിയോഗിക്കും. ചുമ്മാ വിവരക്കേടെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പീഡനമാണെന്നൊന്നും പറയരുത്. നമ്മൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തതും യേശുക്രിസ്തു ഈ ഭൂമിയിൽ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ഒരു വിഷയമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കാ പ്രശ്നം? അപ്പോൾ ശ്രദ്ധിക്കൂ, സുവിശേഷം അറിയിക്കാൻ ദൈവ ആത്മ നിറവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനിയും ഉപദ്രവിച്ചവർക്ക് വേണ്ടി സ്തേഫാനോസ് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മ നിറവിലാണ്. സാധാരണ ഒരു മനസ്സുമായിട്ട് നിന്നാ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ഉപദ്രവിച്ചവർക്ക് വേണ്ടി സ്തേഫാനോസ് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മ നിറവിലാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നിറവ് വന്നു കഴിഞ്ഞപ്പോഴത്തോളം ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് സ്വഭാവത്തിൻ്റെത്. യേശുക്രിസ്തുവും പഠിപ്പിച്ചില്ലേ, ദുഷ്ടനോട് എതിർക്കണ്ട, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 7:55. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാലികരുടെ കാൽക്കൽ വച്ചു. കർത്താവെ യേശുവെ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചത് രണ്ട് കാരണത്താല. പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ആ നിറവിൽ അയാൾ സ്വർഗീയ ദർശനവും കണ്ടു. ഇനി ജീവിക്കാൻ അധികം സമയവും ഇല്ല. നല്ല മരണം അല്ലേ? എന്തിനാ 85 വയസ്സ് വരെ ജീവിച്ചിട്ട് നാട്ടുകാരുടെ മൊത്തം പ്രാക്ക് മേടിക്കുന്നത്? ഈയിടെ ഞാൻ ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു, എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പോസ്റ്റ് കണ്ട്. ഞാൻ ആരോ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുക, ഞാൻ എല്ലാ ആഹാരവും കഴിക്കും, ആരോഗ്യത്തോടെ ഞാൻ നടക്കും, പണം മുടക്കി ഞാൻ ആഹാരം കഴിക്കും, ഒരു 10-65 വയസ്സാകുമ്പോൾ ഞാൻ മരിക്കും, സന്തോഷം. ഇല്ല, ഞാൻ ആഹാരമൊന്നും കഴിക്കത്തില്ല, എക്സസൈസ് ചെയ്യും, നടക്കും, പാസ്റ്ററെല്ലാം ഞാൻ കൂട്ടിവെക്കും, 90 ആവുമ്പോ എന്നെ എങ്ങോട്ട് തള്ളണമെന്ന് എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നു ഹോളിയിരുന്ന്. ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ടാന്ന് ഒരാൾ എഴുതിയിരിക്കുക. നമുക്ക് കർത്താവ് തന്ന ആരോഗ്യം ഇപ്പൊ ഉണ്ട്, കർത്താവിന് വേണ്ടി ചെലവഴിച്ചാട്ടെ. ഈ ജോസിമോള് ആ സ്റ്റെപ്പൊക്കെ ഓടിയാ കയറുന്നത്, ഞാനും ഓടുന്നുണ്ട്. അവൾ ഓടുന്നതിന്റെ അത്ര സ്പീഡില്ല. പയർ പോലെ ഓടിക്കേറി താഴോട്ട് ഇറങ്ങുന്നു, ഓടിക്കേറും. എന്റെ കൂട്ടുകാരി അവള് ഓടിക്കേറുന്നു. എന്റെ എല്ലാ കാര്യത്തിനും ഞാൻ അവളെ വിളിക്കുന്നത്, മോളെ ബൈബിള് വെക്ക്. 2 ദിവസമായിട്ട് അവളാ ബൈബിള് വെക്കുന്നത്. ഓടിക്കേറുന്നു, താഴോട്ട് ഇറങ്ങുന്നു, ഓടിക്കേറുന്നു, താഴോട്ട് ഇറങ്ങുന്നു. ഇപ്പന്മാരെല്ലാം കണ്ടില്ലേ? എല്ലാവരുടെയും മുഖത്തൊരു വിഷമം. നാളെ സ്കൂൾ തുറക്കുന്നുണ്ടാന്നോ? സ്കൂൾ തുറക്കട്ടെ കുഞ്ഞുങ്ങളെ, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വിഷമമൊക്കെ അങ്ങ് മാറും. പിന്നെ ആ അതാണ് കേട്ടോ, അത് ഞാനല്ലോ ഉത്തരവാദി ആണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ അടയ്ക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് എന്താ, കൂട്ടുകാരെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അയ്യോ അടയ്ക്കുവാന്നോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, നാളെ മുതൽ പോവുക. ഇപ്പോൾ കേൾക്കൂ, ഈ ആത്മനിറവ് നിമിത്തം
അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? തന്നെ കൊല്ലാൻ ചീറിയെടുക്കുക. അങ്ങനെ ചീറിയെടുക്കുന്നവരുടെ കയ്യിൽ മുഴുത്ത കല്ലിരിക്കുന്നു. ആ കല്ലെ നോക്കിയെങ്കിൽ ഈ പുള്ളി എങ്ങനെയും ഓടി രക്ഷപ്പെടാൻ നോക്കും. നിങ്ങളെ ആരെങ്കിലും അവിടെ കൊണ്ട് വെച്ചിരുന്നെങ്കിലോ? എന്തോ ആയിരിക്കും അവിടുത്തെ കഥ. ഓടി എവിടെയും ഇതാണെങ്കിൽ താഴോട്ട് ചാടാം, പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് താഴോട്ട് ചാടി എനിക്കറിയത്തില്ല, എന്റെ ആഴം ഞാൻ നോക്കിയില്ല, എന്നാലും ഏകദേശം കുഴിയുണ്ട്. എന്നെയൊക്കെ ആണെങ്കിൽ ഇവിടെ വണ്ടിയായിട്ട് വന്ന് ഓടിച്ചാൽ അങ്ങോട്ട് പോകാനും എനിക്ക് പാടാ, ഇങ്ങോട്ട് കയറാനും പാടാ. അവിടെ ഏതെങ്കിലും കുഴി കിടക്കും. ഇദ്ദേഹം വലിയ എക്സ്പെർട്ടാ കേട്ടോ. പുള്ളിക്കൊന്നും ഒരു കാര്യവുമല്ല. ഈച്ച എടുത്തോണ്ട് വരുന്ന പോലെ. അതൊരു വിഷയമൊന്നുമല്ല പുള്ളിക്ക്. ഞാൻ പേടിച്ച് വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ ഒതുങ്ങുക. അപ്പോൾ സ്വർഗീയ ദർശനം കണ്ടു ആത്മനിറവിൽ. ചുമ്മാ ഓരോന്നൊക്കെ ഞാൻ രാവിലെ പറഞ്ഞില്ലയോ, ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ രാവിലെ, ഞാൻ ജർമ്മനി പോയിട്ടുണ്ട്, എവിടെല്ലാം സ്വപ്നത്തിൽ പോയിട്ടുണ്ട് അറിയാം. എന്റെ ഒരു കസിൻ, അവൻ ഭയങ്കര ലോറി ഭ്രാന്തായിരുന്നു, ലോറി ഡ്രൈവർ ആകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഒരു ദിവസം അവനും അവന്റെ അപ്പനൂടെ കിടന്നുറങ്ങുക. രാത്രി ഒരു നിലവിളി, അയ്യോ ഒരു ശബ്ദം. ചെന്ന് നോക്കിയപ്പോ ഉണ്ട് അപ്പൻ തറയെ കിടക്കുന്നു. ഇവൻ കുരുമുളകും കൊണ്ട് പോയി ബ്രേക്ക് ഇട്ടതാ, നെഞ്ചത്ത് ചവിട്ടി. ലോറി ഓടിച്ചു പോയതാ. പെട്ടെന്ന് എന്തോ കുറുക്കിയാടി കുരുമുളകും കൊണ്ട് പോയതാണ്. എല്ലാം പോകാതിരിക്കാൻ ഒരൊറ്റ ചവിട്ട് അപ്പന്റെ നെഞ്ചത്തായിരുന്നു. അപ്പൻ അയ്യോ എന്നൊരു വിളി. അപ്പൊ ഇവൻ എഴുന്നേറ്റ്, ലോറി എന്ത് ചെയ്യുന്നു. അങ്ങനെയൊക്കെ സ്വപ്നമൊക്കെ കാണും. ചിലർ സ്വപ്നം കണ്ട് ചിലർ നടന്നു പോകും, ചിലർ എഴുന്നേറ്റ് എന്ന് വല്ലതൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. പിന്നെ നിങ്ങളെ കൊണ്ട് പോകേണ്ടി വരും. എന്റെ മകനൊരിക്കൽ ഞാനൊരു ചെസ് ബോർഡ് മേടിച്ചു കൊടുത്തു. അവനങ്ങ് കളിയാ. അവന് കൊച്ചു അച്ഛനാ, ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുവാൻ തോന്നുന്നു. 4ലോ 3ലോ പഠിക്കുമ്പോൾ അവനങ്ങ് ചെസ് കളിക്കുക. എന്നെ വിളിച്ചിരുത്തി കളിക്കുന്നോ, എന്റെ അപ്പൻ നല്ലതായിട്ട് ചെസ് കളിക്കും. അപ്പനും ഇവനോട് അങ്ങ് കളിക്കുക, എപ്പോഴും ചെസ് കളിയാ. എന്നിട്ട് ഈ ഒരു ദിവസം രാത്രി ഒരു 1:30 ആയപ്പം 3ലെ കണ്ടോ, അവൻ ചാടി ഇരുന്നിട്ട് മന്ത്രിയെ നീ വെട്ടിയോ അപ്പാപ്പയെ നമ്മൾ അപ്പാപ്പയെ നീ മന്ത്രിയെ വെട്ടിയോ എന്ന് പറയാം. എന്റെ കരണക്കുറ്റി തീർത്തോറ ഒറ്റയടി. ഞാനൊന്ന് കണ്ണു ഉറക്കുന്നതിന് മുമ്പ് ഇപ്പുറത്ത് ഒരടി. എന്നിട്ട് അവൻ കിടന്നങ്ങ് ഉറങ്ങി. അത് സ്വപ്നം. മന്ത്രിക്ക് കൊടുത്തതാ. സ്വപ്നമാ. അങ്ങനെയുള്ള ദർശനമൊന്നും അല്ല ഇത്. നമ്മൾ പറയത്തില്ല, ഞാൻ ഇന്നലെ ഒരു ദർശനം കണ്ടു, പക്ഷെ അങ്ങ് മറന്നുപോയി രാവിലെ. അത് ദർശനമേ അല്ല, ഏതാണ്ട് പേക്കിനാവ് രാത്രി കണ്ടതാ. എന്തോ അപ്പോൾ ചിലർ പറയും ഞാൻ കണ്ടു, പക്ഷെ ഓർമ്മയിലോട്ട് വരുന്നില്ല. ദൈവം കാണിച്ചാണെങ്കിൽ ഓർക്കും. ദൈവം കാണിച്ചിട്ട് അതിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ നാട്ടുരാജാക്കന്മാരുടെ പോലും ഉറക്കം കെട്ടുപോയി, സ്വസ്ഥത പോയി. പിന്നെ അത് വ്യാഖ്യാനിച്ച് അതിനെക്കുറിച്ച് അറിയുന്നിടം വരെ രാജാക്കന്മാർക്കൊന്നും സ്വസ്ഥതയില്ല. അറിഞ്ഞു കഴിഞ്ഞ് ഒട്ടുമില്ല. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് ആത്മനിറവുണ്ടായി ഇദ്ദേഹത്തിന്. ഇദ്ദേഹം നോക്കുമ്പോ ഈ കല്ലിലൊന്നും അല്ല നോക്കി, ഈ ആളുകളെ നോക്കിയില്ല. എന്നെ പരിചയമുള്ള ആളല്ലേ അത്. ഇന്നലെ എന്നോട് സംസാരിച്ച ആളല്ലേ, എന്റെ ഒരു കസിനല്ലേ നിൽക്കുന്നത്. ഇവരെല്ലാം കൂടെ അല്ലേ കല്ലുമായിട്ട് വരുന്നത്. ഇവരെല്ലാം ഞാൻ ശരിയാക്കും എന്നുള്ള മട്ടിലല്ല സ്തേഫാനോസ് നിൽക്കുന്നത്. ആരെയും നോക്കിയില്ല. ഒരു കാര്യം ഉറപ്പായി, എല്ലാരോടും പറഞ്ഞു എന്താ സത്യമെന്ന്. എന്നിട്ട് മുട്ടുകുത്തി, ഈ പരിശുദ്ധാത്മ നിറവ് വന്നപ്പോൾ മുട്ടുകുത്തി നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ഇവർക്ക് ഈ പാപം നിൽക്കരുതേ എന്ന്. അപ്പോ അവിടെ കണ്ടതെന്താണെന്നറിയോ? ഏറ്റവും വലിയൊരു ദർശനം. ഇതാ ദൈവം അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്നു. അതിനപ്പുറത്ത് വല്ലതും ഉണ്ടോ? അതിനപ്പുറത്ത് എന്തോ ഉണ്ട്? നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വീകരിക്കുന്ന ദൈവനാമത്തിലല്ലേ. ഞാൻ ഇവിടെ വന്നത് എങ്ങനെ? യേശുക്രിസ്തുവിന്റെ നാമത്തില. അല്ലെ ഇദ്ദേഹം എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞങ്ങളെല്ലാം കൂടെ ഒരു 80 പേരുണ്ടായിരുന്നു അല്ലേ? 80 പേര് ഒരടിപിടി ഇല്ലാതെ ഒരു വീട്ടിലെ അംഗം പോലെ കോളേജിൽ പറത്തവരാ. ആരുടെ നാമത്തിലായിരുന്നു? യേശുവിന്റെ നാമത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ പറയുക, തിരുവചനം പഠിക്കുക, പ്രയർത്തവറിൽ പോവുക, പ്രാർത്ഥിക്കുക, ഇതെല്ലാം ചെയ്ത് ഏറ്റവും വലിയ പ്രയാസമുള്ള പഠിത്തം അത്. എന്നും സമ്മർദ്ദങ്ങളാ. അപ്പോൾ
അതെല്ലാം ഉണ്ടായപ്പോഴും ഞങ്ങളെല്ലാം നിലനിന്നത് ഞങ്ങളുടെ കഴിവിലോ ഞങ്ങളുടെ വീടുകളിൽ നിന്നും ലഭിച്ച സാമ്പത്തികത്തിന്റെ ആ വലിയ ഒഴുക്കിലൊന്നുമല്ല, ക്രിസ്തുവിന്റെ കൃപയാൽ നിന്നോ. യേശുവിന്റെ നാമത്തിലുള്ള ബന്ധം ഇതെല്ലാം ക്രിസ്തുവിന്റെ രക്തത്താൽ അവിടുന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആളുകളായിരിക്കുന്ന എല്ലാം, പ്രസംഗകനായ ഞാൻ ഉൾപ്പെടെ എല്ലാവരും. അപ്പം സ്തെഫാനോസിന്റെ ക്വാളിറ്റി നോക്കിക്കേ. അവരെ ഇവരെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആ കസിനെയും പറഞ്ഞില്ല, ഈ ആളെയും പറഞ്ഞില്ല, അവിടെയും പറഞ്ഞില്ല, അപ്പനെയും പറഞ്ഞില്ല, അമ്മയും പറഞ്ഞില്ല. ഈ വിളിച്ച യേശുവിനോടും ചിലർക്ക് അങ്ങ് ദേഷ്യം വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലർ പറയും ഇറങ്ങിയും പോയി. അതിന്റെ അർത്ഥം എന്ത്? കർത്താവിനോടും ഇപ്പം ദേഷ്യമായി, ഇറങ്ങിയും പോയി. അതാണ്ട് ഒരു അബദ്ധം പറ്റിയ പോലെ. അങ്ങനൊന്നുമില്ല. ജീവിക്കാൻ അധിക സമയവുമില്ല. പക്ഷെ കണ്ടത് ഏറ്റവും വിലപ്പെട്ട കാര്യം. അതാണ് ദർശനം. അത് ബലപ്പെടുത്തി. എവിടെ? ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ അത് ബലപ്പെടുത്തി. അത് ദിവ്യമായ സ്വഭാവം നൽകി, സ്വർഗീയ ദർശനവും നൽകി. നല്ലൊരു സ്വഭാവം വന്നു. മനുഷ്യർക്കൊന്നും അധികം ഇല്ലാത്തൊരു സ്വഭാവം സ്തെഫാനോസിന്. ഇതെല്ലാം പരിശുദ്ധാത്മ നിറവിന്റെ ഭാഗ്യമാണ്, നിറവിന്റെ ഭാഗമാണ്. ഇനിയും നോക്കിക്കേ, ശിഷ്യന്മാരെ ഉപദ്രവിച്ചപ്പോൾ അവർ സന്തോഷവും പരിശുദ്ധാത്മ നിറവുള്ളവരായിട്ട് കർത്താവിന്റെ വേല ചെയ്തു. സന്തോഷവും പരിശുദ്ധാത്മ നിറവുള്ളവരുമായിട്ട് കർത്താവിന്റെ വേല ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 13:52. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മ നിറഞ്ഞവരായി തീർന്നു. അതിന് മുകളിൽ കുറെ ഭാഗമുണ്ട്. അവർക്ക് വന്ന പീഡനവും മറ്റു കാര്യങ്ങളും ചില ആളുകള് എല്ലാം കൂടെ കൂട്ടുചേർന്ന് അവർക്കെതിരെ നീങ്ങിയതും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ആ ഉപദ്രവത്തിന്റെയും ഗൂഢാലോചനകളുടെയും ഒക്കെ നടുവിൽ അവരാരായി മാറി? അവർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. സുവിശേഷത്തെ പ്രതി ഒരു ഉപദ്രവമോ പ്രയാസമോ ഉണ്ടായപ്പോൾ ഉപദ്രവിച്ചവരെ അടപടലം ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾക്കല്ല ശിഷ്യന്മാർ തുനിഞ്ഞത്. ശിഷ്യന്മാർക്ക് എന്തുണ്ടായെന്നാ എഴുതിയിരിക്കുന്നത്? അവർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി. കാരണം എന്താ? നാളെ ഈ ആളുകളും ഇവരോടൊപ്പം കൈകോർക്കും. കാരണം ക്രിസ്തുവാണെല്ലാം തീരുമാനിക്കുന്നത്. സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ഇനി ആത്മനിറവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അധികാരം നമുക്കുള്ളത്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമുക്കുള്ളത്, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ, അല്ലെങ്കിൽ പിശാചിന്റെ ശക്തിയെ കീഴ്പ്പെടുത്താൻ, പിശാചിന്റെ തന്ത്രങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ. അങ്ങനെ എഴുതുക, പിശാചിന്റെ തന്ത്രങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ. പിശാചിന് എന്തുണ്ട്? തന്ത്രമുണ്ട്. എങ്ങനെയുള്ള തന്ത്രമാണെന്നറിയോ? നമുക്കറിയാവുന്നതാ. കാരണം അങ്ങനെയാണ് പറയുന്നത്, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പൊ അവന്റെ തന്ത്രങ്ങളല്ലേ ഏകദേശം നമുക്കറിയാം. പക്ഷെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നതിന്റെ കാരണം ഇവന് ഈ തന്ത്രങ്ങൾക്കകത്ത് എന്തുണ്ടെന്നറിയോ? ആഴമുണ്ട്. അങ്ങനെയുണ്ട് സാത്താന്റെ ആഴങ്ങൾ. കൊണ്ട് പെട്ടെന്ന് നോക്കിയാൽ ഈ തന്ത്രം പോലെ തോന്നത്തില്ല, നമുക്ക് ഗുണം പോലെ തോന്നും. പക്ഷെ ആഴമാണ് ഇതിനകത്ത് വിഷയം. പെട്ടെന്ന് നോക്കിയപ്പോൾ ഹവ്വയ്ക്ക് ഗുണമുള്ളതാണെന്ന് തോന്നി, ദൈവത്തെ പോലെയാകാവില്ല. ആഴം, അതിനകത്ത് കിടന്ന ദുരുദ്ദേശങ്ങൾ അവളെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു. ഇതിനെ കീഴ്പ്പെടുത്താൻ, ഈ ശക്തിയെ കീഴ്പ്പെടുത്താൻ ആത്മനിർവ്വ സഹായിക്കും. അപ്പോസ്തല പ്രവൃത്തി 13:5 മുതൽ 12 വരെ എഴുതിയാ മതി. പെട്ടെന്ന്. പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ആ പരിശുദ്ധാത്മ നിറഞ്ഞവനായി എന്നൊരു ഭാഗം ഉണ്ടല്ലോ പൗലോസ്, അത് വായി.
ശരി, നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ അവിടെ തടുക്കുന്ന ശക്തി. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. വായിച്ചു. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെ ശത്രുവേ, സർവനീതിയുടെ ശത്രുവേ. കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത്. അപ്പൊ ഇവന്റെ പ്രവൃത്തി എന്താ? കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? നീ മതിയാക്കിയില്ലയോ? ഒരു വ്യക്തിയാ. എന്നിട്ട് ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനെ വലിയ ഒരു പവറിനോട് പൗലോസ് ഏറ്റുമുട്ടിയത് സ്വന്തം ജ്ഞാനം കൊണ്ടല്ല. മനസ്സിലാക്കണം. ഇത്രയും വലിയ ഒരു ശക്തിയോട്, ഒരു അധികാരത്തോട് പൗലോസ് ഏറ്റുമുട്ടിയ എങ്ങനാ? സ്വന്തം കഴിവുകൊണ്ടാണോ? സ്വന്തം അറിവ് കൊണ്ടാണോ? അയാൾ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം കഴിവും സ്വന്തം ജ്ഞാനവും ഒക്കെ ആയിട്ട് വന്ന് ഏറ്റുമുട്ടി സ്തെഫാനോസിനെ അവരെല്ലാം കൂടെ എറിഞ്ഞു കൊന്നപ്പോ വസ്ത്രവും സൂക്ഷിച്ച് നിന്ന ആളാ. അതുകൊണ്ടൊന്നും ഈ ഈ ഈ വന്ന പാർട്ടിയുടെ അടുത്ത് രക്ഷയില്ല. ഈ വന്ന ആളെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹം ആരായി മാറി? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ശക്തി കീഴ്പ്പെടുത്തുക. വീട്ടിൽ പല കാര്യങ്ങളുണ്ടാകാം. അതിനെല്ലാം നാട്ടുകാരെയും നാട്ടിലുള്ള വ്യക്തികളെയും സഭക്കാരെയും കുറ്റം പറഞ്ഞടക്കാതെ മാറിയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മശക്തി പ്രാപിച്ച് ഈ രീതിയിൽ അതിനെ നേരിടുക. അതല്ലേ എന്റെ ശരി? അങ്ങനെ നേരിട്ടാൽ മാറും. ചുമ്മാ തമ്മി കുറ്റവും പറഞ്ഞ് വഴക്കമുണ്ടാക്കി നടന്നാൽ കൂടും. കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നതായത്. അതിനെ നേരിട്ടത് പഴയ അറിവ് കൊണ്ടല്ല, പഴയ രീതികൾ കൊണ്ടല്ല, പഴയ വിദ്യാഭ്യാസത്തിന്റെ പവർ കൊണ്ടല്ല. അതിനെ നേരിട്ടത് ദൈവാത്മ നിറവും ദൈവം നൽകിയ ശക്തിയിലും നേരിട്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നിഷ്ഫലമാക്കുന്ന, നശിപ്പിക്കുന്ന, ജീവിതത്തിന്റെ സന്തോഷത്തെ പറിച്ചെറിയുന്ന എല്ലാ ഇത്തരം അധികാരങ്ങളെയും നിങ്ങൾ ദൈവശക്തിയിൽ നിറഞ്ഞ് നേരിടണം. നിങ്ങൾ തന്നെ ചെയ്യണം. ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? പ്രാർത്ഥനയിൽ സഹായിക്കും. നിങ്ങൾ നേരിടണം. അങ്ങനെ വരുമ്പോൾ മാറും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരോട്ടമുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് എന്നിട്ടൊരു തീരുമാനം എടുക്കുന്നു. എന്താ തീരുമാനം? നമ്മൾ വിട്ടുപോയ ഭവനത്തിലേക്ക് ചെല്ലാം. അവരവിടെ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, അടിച്ചു വാരി അലങ്കരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ തീരുമാനം ഇതായിരുന്നു, അവിടേക്ക് പോവാം. അപ്പോ ഒറ്റയ്ക്ക് വന്നപ്പോൾ കൊള്ളാം, 5-6 മുറിയൊക്കെ ഉണ്ടല്ലോ. അടിച്ചു വാരി 7 മുറിയുണ്ട്. അടിച്ചു വാരി അലങ്കരിച്ചിട്ടിരിക്കുക. തന്നിലും ദുഷ്ടതയുള്ള വേറെ 7 എണ്ണത്തിനെയും കൂടെ കൊണ്ടുവന്ന് അവിടെ പാർത്തെന്ന്. 7 മുറിക്കകത്ത് ദുഷ്ടതയുള്ളത് പാർത്ത്. എന്താ ഈ അടിച്ചുവാരി അലങ്കരിച്ചിട്ടിരിക്കുക? ഒറ്റയാളെ പാർപ്പിച്ചാ പോരെ ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിനെ? അതില്ല. മറ്റേ കക്ഷി നോക്കിയപ്പോ നല്ല സുന്ദരന 7 റൂം അടിച്ചുവാരി അലങ്കരിച്ചിട്ടിരിക്കുക. അപ്പം ഒറ്റയ്ക്ക് വന്നതാ. അപ്പൊ നോക്കിയടാ, മറ്റേ കൂട്ടുകാർക്കും അളിയനും എല്ലാം പറ്റും. പോയി 6-നെയും കുടിക്കും, 7-നെയും കൂടെ കൊണ്ട്, അത് 8 എണ്ണം ഉണ്ട്. എല്ലാം കൂടെ വന്ന് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ യേശു പറയണം, ആ മനുഷ്യന്റെ സ്ഥിതി മുമ്പലത്തേതിനേക്കാളും എന്തായി? വഷളായി പോയെന്ന്. നിങ്ങളുടെയൊക്കെ പ്രശ്നം അങ്ങനല്ലേ? കഴിഞ്ഞ വർഷത്തെ പോലെ അതോ ഈ വർഷം ഈ പ്രശ്നം? ഒരു പ്രശ്നത്തിൽ കുടുങ്ങുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ വഷളായി 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 ഇത് നിങ്ങളെ വിഴുങ്ങുന്നതിന് മുമ്പെങ്കിലും രക്ഷപ്പെട്. വഷളായി 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 അത് വിഴുങ്ങുന്നതിന് മുമ്പ്. ആരാ എന്തോ സംസാരിക്കുന്നത് അവിടെ? അതിനു മുമ്പെങ്കിലും രക്ഷപ്പെടാൻ ശ്രദ്ധിക്കുന്നോ? മനസ്സിലായോ? തന്ത്രം ഉപയോഗിച്ച്, ഉപായം ഉപയോഗിച്ച്, വഞ്ചനയും ചതിയും ഉപയോഗിച്ച് വിഴുങ്ങാൻ നിൽക്കുന്ന ആ ശക്തികളെ തിരിച്ചറിയാൻ അടിച്ചു വാരി അലങ്കരിച്ചിട്ടേക്ക്. ഒരു ഉപവാസം നടന്നു, ബൈബിൾ ക്ലാസ് നടന്നു, അടിച്ചൊന്ന് വാരി അലങ്കരിച്ചു.
ക്ലാസ് കഴിഞ്ഞു പോയി. അലങ്കാരം മാത്രമേ ഉള്ളായിരുന്നു, പാർപ്പിക്കേണ്ടവനെ എന്ത് ചെയ്തില്ല, പാർപ്പിച്ചില്ല. അപ്പോൾ മറ്റേ പുള്ളി ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ വൈരാഗ്യത്തില കടലിലേക്ക് പിടിച്ച് തള്ളിയത്. അയാൾക്ക് വൈരാഗ്യം കൊണ്ട് പോയേക്കുന്നത്. അത് ആ വൈരാഗ്യം മൂത്താ തിരിച്ചു വരുന്നത്. ഇവിടെ ഇരുന്നങ്ങ് അങ്ങ് ഊറ്റം കൊണ്ടതാ. വെളിയിലോട്ട് പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. യേശു പറയുന്നു, ആ മനുഷ്യന്റെ സ്ഥിതി മുമ്പലത്തേതിക്കാൽ വഷളായി. എന്നാൽ ആത്മനിറവിൽ ജീവിക്കുന്നവനോടുള്ള ബന്ധത്തിലോ വിറയ്ക്കുമെന്ന്. നിങ്ങൾ അവനോട് എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ഇവിടെ ഇപ്പൊ ഈ യോഗം കഴിഞ്ഞ് മുറ്റത്ത് നിന്നൊരടി നടക്കുക, എന്നെ നിങ്ങളെല്ലാം കൂടെ അങ്ങ് അടിക്കുക ഇവിടുത്തെ ആൾക്കാർ. ഞാൻ എവിടോട്ടാ ഓടിപ്പോവാൻ എനിക്കുള്ളത്? കാര്യം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന പുള്ളി എന്നെ അങ്ങ് ഇടിക്കുകയെന്ന് വെച്ചു. ഇയാളുടെ ആരോഗ്യത്തിന് മുമ്പ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ? ഞാൻ ഓടിപ്പോകും ഞാൻ. പുള്ളി പറയുന്നത് അവരെ രണ്ടിനെയും കൂടെ, അവർ പ്രായമുള്ളവരാ, വേണ്ട, ഓടിപ്പോവുക. അല്ല, ഒരു കൂട്ടിന് ആ മുണ്ടെടുത്ത് പുറകിരിക്കുന്ന ആളൂടെ വരട്ടെ, രണ്ടുകൂടെ പൂട്ടിട്ട് എന്നെ എടുത്തിട്ട് ഇടിച്ചാൽ എങ്ങനെയായാലും ജോബ് പാഷ വന്ന് പൂട്ടിളക്കി ഓടറാ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയൊക്കെ പോവുക. ഇതുപോലെ ഓടുന്നത്, ജീവനും കൊണ്ട് ഓടുക. പേരൂർക്കട എവിടോട്ട് അറിയത്തില്ല, എന്നാലും അങ്ങ് ഓടുക. പഴയിലേക്കോട്ട് അറിയത്തില്ല. ഇതൊക്കെ പഠിച്ചു വിടുമെന്നപ്പം. എന്തോ എണിക്കരയോ, എന്ത് ഏണിക്കര, ചിലപ്പോ ഓടി നിങ്ങളുടെ ആരുടെ വീട്ടിലോട്ടായിരിക്കും വരുന്നത്. ഓടിപ്പോവുക. കാരണം നിന്നിട്ട് ഇനി പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. നിന്ന് കഴിഞ്ഞാൽ രൂപം മാറിക്കൊണ്ടേയിരിക്കും. എതിർത്തേക്കാന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടും. പക്ഷെ ഓടുന്ന ആള് ചിലപ്പോ ഇങ്ങോട്ട് എത്തി നോക്കാൻ വരുമ്പോഴാണ് ഇവിടെ നല്ല കുഴപ്പമില്ലാതെ വെച്ചിരിക്കുന്നത്. അപ്പം പുണ്യമുള്ള എന്നാളെന്നാ തല്ലിയതാ. അപ്പൊ ഇദ്ദേഹം കുറച്ച് അദ്ദേഹത്തിന് ബിസിനസ്സുമായിട്ട് ചെങ്ങന്നൂര് വന്ന്, അപ്പൊ ഞാൻ എളിഞ്ഞേക്കുക. അവിടെ പുള്ളിക്ക് ഓടാനുള്ള സ്ഥലമല്ല ഒന്നും അറിയത്തില്ല. എനിക്ക് ആളുമുണ്ട്, 7 കൊണ്ട് ഞാൻ നിൽക്കുക. അപ്പൊ മുമ്പിലത്തേതിൽക്കാലും സംഗതി ഞങ്ങൾക്ക് വഷളാവും. എത്ര ഞാൻ നിങ്ങളോട് എത്ര അക്ഷരസ്ഫുടതയും എത്ര കൃത്യമായിട്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ടും പിന്നെ എന്താ നമ്മളൊക്കെ ഈ മറുതലിച്ച് കിടക്കുന്നത്? അപ്പൊ നോക്കിക്കേ, എത്ര വലിയ കുടുക്കിലേക്കാ നമ്മൾ നീങ്ങുന്നത്. മനസ്സിലാകുന്നു? അപ്പോൾ അതിനെന്ത് ആത്മശക്തി അല്ലെങ്കിൽ ആത്മനിർവ്വം നമ്മളെ സഹായിക്കും. അടുത്ത പോയിന്റോട് എഴുതിക്കൂ. വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ആത്മനിർവ്വം സഹായിക്കും. 1 പത്രോസ് 1:2. പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് തക്കവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വിശുദ്ധ ജീവിതം നയിക്കും. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാണ് നമ്മൾ. ആത്മനിറവുള്ളവർക്ക് എന്തുണ്ട്? വിശുദ്ധ ജീവിതമുണ്ട്. അതിന്റെ റൂട്ട് വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേർതിരിച്ചിരിക്കുന്ന ഒരു അനുഭവം. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നാം. അത് പഴയ നിയമത്തിലും ഉണ്ട്. പഴയ നിയമത്തിൽ ഒരു സമയത്ത് അവിടെയുള്ളവർക്ക് ബലമില്ലാതെ വന്നു. ദൈവം അവരുടെ ബലമെല്ലാം എടുത്തു കളഞ്ഞു. ഫോറിൻ രാഷ്ട്രത്തിൽ നിന്ന് നെബൂഖദ്നേസർ, ബാബിലോണിൽ നിന്നൊക്കെ വന്ന് യുദ്ധമൊക്കെ ചെയ്ത് ഇവരെ കീഴടക്കി ആലയം തീ വെച്ച് കളഞ്ഞ് പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയി. പുള്ളിയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഒരു രാജാവിനൊരു മോഹം, അതിനകത്ത് അല്പം വീഞ്ഞൊന്ന് കുടിക്കുക. എന്തിനാ പാത്രം അവിടെ ചുമ്മാ ഇരിക്കില്ലേ? അയാൾ എടുത്തുകൊണ്ട് വന്ന് അതിലൊഴിച്ചതേ ഉള്ളൂ. ഏപ്പാടി രാജ്യത്വവും പോയി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ പാത്രങ്ങൾക്ക് ഒരു മിഷനുണ്ട്, ഒരു ദൗത്യം ദൈവം ഭരിച്ച് അതിനെ വേർതിരിച്ചു വെച്ചിരിക്കുക. അത് രാജ്യം വിട്ടുപോയിട്ടും ദൈവം അതിന്റെ മേലുള്ള കണ്ണ് കളഞ്ഞില്ല. നിങ്ങൾ രാജ്യം വിട്ടുപോയാലും ദൈവം നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശത്തിൽ തന്നെ നിൽക്കും. രാജ്യം വിട്ടുപോയി ഈ പാത്രമൊക്കെ, അതിൽ ഒന്നെടുത്ത് ഒരുത്തൻ കളിക്കാൻ ശ്രമിച്ചപ്പോ അവന്റെ ഇടപാട് തീർന്നു. മെനെ തെക്കേ. പണ്ടൊരാള്
വായിച്ചു, മോനെ മോനെ തെക്കേ ലൂപ്പയെന്ന്. വായിക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ട് വായിച്ചോനെ. പോയി ഇടപാടുകൾ ചെയ്യും. ഞാൻ പറഞ്ഞല്ലേ, ഓൺലൈനിൽ വ്യക്തമാക്കാനാ, ഞാനല്ല അങ്ങനെ വായിച്ചത്, വേറെ ഒരു വായനയെ അങ്ങനെയൊക്കെ വായിക്കും. കറവുള്ള പശു, കുറവുള്ള പശു, ഇതിന്റെ പല വായനയുണ്ട്. ചിലരൊക്കെ വായിക്കുന്നത് കേട്ടാൽ എഴുത്തുകാരുണ്ടായിരുന്നെങ്കിൽ അവര് തല്ലിക്കൊന്നേനെ. ആ രീതിയിലൊക്കെ വായിച്ചു കളയും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഉച്ചത്തിൽ വായിച്ചോണം, എടുത്തു വെച്ച് സ്ഫുടതയോടെ ഉച്ചത്തിൽ വായിക്ക്. എത്രയും ഉച്ചത്തിൽ ബൈബിള് വായിക്കാവോ അത്രയും വീട്ടിൽ ഇരുന്ന് കിട്ടുന്ന അവസരത്തിൽ വായിക്കുക. ഇതെല്ലാം വലിയ ജ്ഞാനമായിട്ട് നമ്മളിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചേ, വിശുദ്ധീകരണം. അപ്പൊ അതാണ് വിശുദ്ധി. എന്നെ കർത്താവ് സുവിശേഷകനായിട്ട് വെച്ചിരിക്കുക. അതാണ് എന്റെ വിശുദ്ധി. എന്റെ വിശുദ്ധിയുടെ ഒരു മേഖലയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. അതിൽ നിന്നും വീഴുന്നതെല്ലാം അശുദ്ധിയാണ്, ലക്ഷ്യത തെറ്റുന്നത്. ദൈവം വേർതിരിച്ചു വെച്ചിരിക്കുന്ന ഉദ്ദേശത്തിൽ നിന്ന് തെന്നിപ്പോകുന്നതിന്റെ പേരാണ് അശുദ്ധി. 10 കൽപ്പനയിൽ നിന്നും ആളുകൾ വഴുതി മാറിയതായിരുന്നു അവരുടെ അശുദ്ധി. പ്രവാചകന്മാര് പറഞ്ഞ മുന്നറിയിപ്പുകളിൽ നിലനിൽക്കാതെ പോയതാണ് അവരുടെ അശുദ്ധി. ശലോമോൻ തന്റെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ അതിന് കീഴ്പ്പെട്ടു പോയതായിരുന്നു അശുദ്ധി. അങ്ങനെ ഓരോരുത്തരെയുണ്ട്, എല്ലാം ഒന്നും പറയുന്നില്ല. അപ്പോൾ വിശുദ്ധ ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ എന്ത് സഹായിക്കും? ഈ ആത്മനിറവ് സഹായിക്കും. അതാ വിശുദ്ധീകരണം. ആത്മാവിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? ജീവനും സമാധാനവും. അപ്പൊ ആ നിറവ് നിങ്ങളിൽ വന്നാൽ ജീവനും സമാധാനവും. ഇതിന് ഓപ്പോസിറ്റ് ഒന്ന് ജഡം. അതെന്താ? മരണവും ദൈവത്തിന് കോപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ജഡത്തിൽ നിന്ന്. എല്ലാം അല്ല കേട്ടോ, വചന ലംഘനങ്ങൾ. ജഡത്തിൽ എല്ലാ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് കോപമില്ല. വചന ലംഘനങ്ങൾക്കാണ് പ്രശ്നം. വചന ലംഘനങ്ങൾക്ക്. അപ്പൊ വചനം എന്ന് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആത്മനിറവുള്ള നമ്മുടെ ആത്മാവിന്റെ പോഷണത്തിന് വചനം ആവശ്യമാണ്. വചനമോ അത് ഇരുവായിൽ തരെയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. എബ്രായർ 4:12 തോന്നുന്നു. വായിച്ചേ. അതോടെ പറഞ്ഞ് 2 പോയിന്റോടെ പറഞ്ഞ് നിർത്തും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാട്ടിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർപിടിവിക്കും വരെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് എന്തുണ്ട്? ജീവനും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ചൈതന്യമുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? സന്ധിമജ്ജകളെയും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നത് 2 മേഖലയിലാണ്, ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ ഏരിയ. നോൺ ഫിസിക്കൽ എന്ന് പറയുന്നത് അവിടെ സോൾ ആൻഡ് സ്പിരിറ്റ്, പ്രാണനും ആത്മാവും. ഫിസിക്കൽ എന്ന് പറയുന്നത് ബോൺ മാരോ, സന്ധിബഞ്ചകൾ, പിന്നെ ചിന്തകൾ. ഇവിടേക്കാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിപ്പോ ഈ ദൈവവചനം കേൾക്കുന്നില്ലയോ? അപ്പൊ നിങ്ങളോട് ഒരാളോട് ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞു, നീ ഇന്ന സ്വഭാവം മാറ്റണം. ഇത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ മേഖലയിലേക്ക് നാം കടക്കുക. ആത്മാവിലും പ്രാണനും പിന്നെ നോൺ ഫിസിക്കല് സന്ധിമജ്ജകളിലേക്ക് ഇത് വ്യാപരിക്കുക. ഇതിന്റെ ഉദ്ദേശം അവിടെ നടക്കുക. ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ ഉദ്ദേശം നടക്കുക. അവ സ്വീകരിക്കുന്ന എങ്ങനെയാ?
സ്പിരിറ്റിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു, ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സെൻസസ്, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പിരിറ്റ്. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും, സത്യത്തിലും ഉള്ള കഴിവിലും ആരാധിക്കുമെന്നല്ല പറഞ്ഞത്, ആത്മാവിലും ആരാധിക്കും. അപ്പൊ അങ്ങനെ വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിന് നൽകിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളിലുള്ള ആത്മനിറവിന്റെ ഉദ്ദേശം തിരുവചന പ്രകാരം അത് അതിശക്തമായി നമ്മിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. എഴുതിക്കോ, ആത്മനിറവ് ഒരു വ്യക്തിയെ, ആത്മനിറവ്, പെട്ടെന്ന് സമയം ഓടുന്നു, ആത്മനിറവ് ഒരു വ്യക്തിയെ സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തിയെ സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. അടുത്ത എഴുതുക, കയ്പ് ക്രോധം വിട്ടൊഴിയുവാൻ സഹായിക്കുന്നു. കയ്പ് ക്രോധം വിട്ടൊഴിയുവാൻ സഹായിക്കും. അപ്പൊ ഇത് ഒരിക്കലും ഞാൻ മാറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആ കക്ഷി ആരാ? ഇത് വിട്ടൊഴിയാൻ സഹായിക്കുന്നതാ. അപ്പൊ ഞാൻ പറയാം ഞാൻ മാറ്റത്തില്ല, പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ആരാ? മറ്റേ 7 എണ്ണം ഉണ്ട്. ഇപ്പൊ അവര് വാടകയ്ക്ക് താമസിക്കുക. എഫേസ്യർ 4:23-24. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതുമനുഷ്യനെ ധരിക്കുന്നു. ഇനിയും 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പോൾ ഈ ദൈവാത്മനിറവിൽ ജീവിച്ചാൽ ഇത് നടക്കണം. എന്തൊക്കെ പോണം? എല്ലാ കയ്പും ഒരെണ്ണം മാത്രം കളഞ്ഞിട്ട് ബാക്കി 99 എണ്ണം കൊണ്ട് നടക്കരുത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നോക്കണം, അതങ്ങനെ പോട്ടെ. ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അകറ്റി നിർത്താനായിട്ട് ദൈവം തന്നിരിക്കുന്നത് തന്നെയാണ് ഈ ആത്മനിറവ്. എന്നാൽ നിങ്ങൾക്കതിന് താല്പര്യമില്ലല്ലോ. ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നോ? തീരുമാനം എടുത്തിട്ടേ പോകാവൂന്ന്. നിങ്ങൾക്കതിന് താല്പര്യമില്ലല്ലോ. എങ്ങനെയാ ആത്മാവ് നിങ്ങളെ നിറയ്ക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു? ഇതെല്ലാം പോണം, ഇതൊക്കെ പോകും. അതല്ലേ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. ഇതെല്ലാം പോകും, ഇതെല്ലാം പോകാനുള്ളത് തന്നെയാണ്, ഒന്നും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അടുത്ത പോയിന്റ് എഴുതിക്കോ, വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും പക്വതയ്ക്കും ആത്മനിറവ് സഹായിക്കുന്നു. യോഹന്നാൻ 7:37-38. അത് എഴുതിയിട്ട് ഒരു പോയിന്റോട് എഴുതിയിട്ട് വായിച്ചാൽ മതി. വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും പക്വതയ്ക്കും ആത്മനിറവ് സഹായിക്കുന്നു. യോഹന്നാൻ 7:37-38. അടുത്ത പോയിന്റ്, കർത്താവിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും ആത്മീയ അനുഗ്രഹങ്ങൾ ഒഴുകും. ഒരു പോയിന്റ് കൂടെ എടുത്തുക, ക്രിസ്തുവിൽ നിന്നും നമ്മിലേക്കും നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്കും, ക്രിസ്തുവിൽ നിന്നും നമ്മിലേക്കും നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്കും ഉന്നത മൂല്യങ്ങൾ പകരപ്പെടുന്നു. ആത്മനിറവുണ്ടെങ്കിൽ ഉന്നത മൂല്യങ്ങൾ പകരപ്പെടുന്നു.
യോഹന്നാൻ 7:37-38 വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ കണ്ടോ, ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു എന്നിൽ പറഞ്ഞു. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ നദിയല്ല ഒഴുകുമെന്നല്ല പറഞ്ഞത്. എങ്ങനെയാ ഇത് പോകുന്നത്? തിരുവെഴുത്ത്. അത് വളരെ പ്രധാനമാട്ടോ ആ വാക്യം. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു ഉപദേശമുണ്ട്. ഈ ആത്മനിർവനൊക്കെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ എല്ലാം കാണിക്കുക, ഓടിച്ചെന്ന് ഭിത്തിയെ തൊഴിക്കുക, ഒരു സമയത്ത് നിന്ന് അട്ടഹസിക്കുന്നു, മറു സമയത്ത് അലറുന്നു, പിന്നെ കസേര തൊഴിച്ചെറിയുന്നു, ആത്മാവ് കയറിയെന്ന് പറഞ്ഞ് ആ വിലപിടിപ്പുള്ള ആപ്പിളിന്റെ ഐഫോണെ എടുത്തെറിയുന്നു. ശിംശോനാണോ? അസഹ്യപ്പെടുത്തുന്ന ചേഷ്ടകൾ, മുട്ടി ചുരുട്ടിയ ഇടിക്കുന്നു. വല്ലവരും അവിടെ കീഴി നിന്നാലോ? പിടച്ചു വീഴുന്നു, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പഴയതുപോലെ പോകുന്നു. എന്തെല്ലാം കാര്യങ്ങൾ! അങ്ങനൊന്നും അല്ല. തിരുവെഴുത്ത് അതിന് പ്രാധാന്യമുണ്ട്. തിരുവെഴുത്ത് പറയുന്നത് പോലെ, തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ത് സംഭവിക്കാന്ന് എഴുതിയേക്കുന്നേ? ജീവജലത്തിന്റെ നദി ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. വിളിച്ചിങ്ങനെ പറയുക. നമുക്ക് ആ അനുഭവം ഉണ്ട്. ഇപ്പൊ നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഉന്നതമായ മൂല്യങ്ങൾ പകരപ്പെടുവാൻ ഈ ആത്മനിർവ്വ സഹായിക്കും. ശിഷ്യന്മാരെ ഒരു സമയത്ത് ആളുകൾ ഭയന്നു. ഭൂലോകമൊക്കെ വിറപ്പിച്ചവർ ഇവിടെയും. മൂല്യം മാത്രമല്ല, ശക്തിയും അധികാരവും ഒഴുകും. കണ്ടോ? ശക്തിയും അധികാരവും ദൈവത്തിന്റെ വൻകാര്യങ്ങളും അവരിൽ നിന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു. ഇനിയും വണ്ടി പുറപ്പെടുവന്ന് എനിക്കും അറിയാം. ഞാൻ നിർത്താൻ സമയമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇനിയും ഒരു പോയിന്റ് കൂടെ എഴുതുക. ആത്മനിറവിന്റെ 4 പരിണത ഫലങ്ങൾ. ആത്മനിറവിന്റെ 4 പരിണത ഫലങ്ങൾ എന്നെഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക. കൂട്ടായ്മ, തമ്മിൽ തമ്മിൽ ക്രിസ്തുവിലുള്ള കൂട്ടായ്മ. അത് നടക്കണമെങ്കിൽ വചനവും ഉള്ളിൽ വേണം. തമ്മിൽ തമ്മിൽ ക്രിസ്തുവിലുള്ള കൂട്ടായ്മ. എഴുതിക്കോ. വചനം ഉള്ളിൽ വസിക്കുന്നവർ, വചനം ഉള്ളിൽ വസിക്കുന്നവർ തമ്മിൽ തമ്മിൽ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യും. അതൊരു വലിയ കൂട്ടായ്മയാണ്. തമ്മിൽ തമ്മിൽ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യും. കൊലോസിയർ 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും വായിക്കണ്ട, ഇനി എഴുതി അങ്ങ് വെച്ചാൽ മതി. അടുത്തത്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പാടുകയും കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. ആരാധന എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിച്ചുള്ളതല്ല, പൂർണ്ണ ഹൃദയത്തോടുള്ള, പൂർണ്ണ ഹൃദയത്തോടെ പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അന്ന് ആരാധിച്ചാട്ടെ, ഉടനെ ആരാധിച്ചു. പിന്നെയും പറയാം, ഒന്നുകൂടെ ഒന്ന് ആരാധിച്ചാട്ടെ, വീണ്ടും. ഇതല്ല ആത്മനിർവ്വമുള്ളവരുടെ ആരാധന. അതിനെല്ലാം ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ തന്നെ അവർക്കതിനൊരു പ്രചോദനമുണ്ട്. ആരും അവരെ അതിനുവേണ്ടി ഒരുക്കുമൊന്നും വേണ്ട. തമ്മിൽ ഹൃദയത്തോടെ കർത്താവിന് പാടുകയും കീർത്തനയും ചെയ്യുകയും ചെയ്യുക. ആത്മനിറവുള്ളവരുടെ ആരാധനയിൽ സ്തുതി സ്തോത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആത്മനിറവുള്ളവരുടെ ആരാധനയിൽ സ്തുതി സ്തോത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് സ്തുതി സ്തോത്രങ്ങൾ ചെയ്യാനുള്ള ദൈവശക്തി ഉണ്ടല്ലോ. ആരെങ്കിലും വന്ന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, അതൊക്കെ പറയും, ഞങ്ങളെല്ലാം പറയും. അതുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്ത് തന്നു.
പിന്നെയും കുറെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, അപ്പോഴും ഒന്ന് സ്തോത്രം ചെയ്ത് തന്നതല്ല സ്തുതി സ്തോത്രം. സ്തുതി സ്തോത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, എല്ലാറ്റിനും എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാണ്. എല്ലാറ്റിനും എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ് പറഞ്ഞു നിർത്തുന്നു, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നു. ആത്മനിറവിന്റെ ഒരു വലിയ ഗുണമാണ് അന്യോന്യം എന്ത് ചെയ്യും? കീഴ്പ്പെടും. ഒരുത്തനെ വിഴുങ്ങാതിരിപ്പാൻ, ഒരുത്തനാൽ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:11 മുതൽ 14 വരെ. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും ഈ കർത്താവിന്റെ ദാസനോ വേറൊരാളോ ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ മരണം വരെയും നമ്മൾ ചിന്തിച്ചാൽ തീരാത്തതാ ഇതൊക്കെ. എങ്കിലും ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ എങ്കിലും മനസ്സിലായത് എന്റെ ജീവിതത്തോടാണെന്ന് തോന്നിച്ചവരെല്ലാം നിരപ്പ് പ്രാപിക്കണം ദൈവത്തോട്, മനുഷ്യനോട്. ഇതൊരു അവസരമാണ്. ഇനിയും അടുത്ത അവസരം വരട്ടെ എന്നും പറഞ്ഞ് ഇരിക്കരുത്. അത് ദൈവത്തോട് കാണിക്കുന്ന പാപമാണ്. കണ്ണുകളടയ്ക്കുക, ഒരു നിമിഷം പ്രാർത്ഥിക്കാം.